Thank you, Dr. Ajini Maliyekal. Thank you, Dr. Sadat Said, for a nice presentation today. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1867-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ നിത്യ PS ആണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നിത്യ നമുക്ക് ഒരു പരമ്പരയായി തന്നെ ക്ലാസ് തുടർന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആയുഷ് ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസറായി ജോലി നോക്കുന്നു. MA സൈക്കോളജി, അതുപോലെ PG ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ഇതിലെല്ലാം PG ഇൻ കൗൺസിലിംഗ് ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡോക്ടറാണ്. നമുക്ക് എല്ലാ മെഡിസിനും വളരെ കഥ പോലെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് സംഘർഷങ്ങളും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിനി സംഘർഷം ഹോമിയോപ്പതി ചികിത്സയും അതിൽ നിന്നും കുറച്ച് നമുക്ക് മാനസിക സംഘർഷങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ നിത്യയെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ സ്നേഹപൂർവ്വം സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. കോഹോസ്റ്റ് ആക്കാം ഞാനേ. എനിക്ക് കോഹോസ്റ്റ് ആണല്ലോ. കോഹോസ്റ്റ് ആണ് ഡോക്ടർ. അഡ്മിറ്റ് ചെയ്തേ ഡോക്ടറെ. കോഹോസ്റ്റ് ആണ്. അൺമ്യൂട്ട് ചെയ്തേ. റേഞ്ച് പ്രശ്നം വല്ലതും ഉണ്ടോ? ഓക്കെ മാം, ശരിയായി. ഒരു പുതിയൊരു ഡിവൈസ് ആയതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. കുറച്ച് സമയം പോയി. അപ്പോ എന്തായാലും നമ്മൾ പുതിയ ഒരു കേസ് പ്രസന്റേഷൻ ആണ്. അപ്പൊ ആ കേസ് പ്രസന്റേഷൻ പറയുന്നതിന് മുമ്പ് എന്റെ കേസ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ബിക്കോസ് ദ പവർ ഓഫ് ഹോമിയോപ്പതി, വൺസ് അഗെയിൻ ഐ ബോർഡ് ബിഫോർ ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ മുമ്പിൽ ഒന്നും കൂടെ തലകുനിച്ച ഒരു സന്ദർഭം, അത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഒരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കേസ് പ്രസന്റേഷനിലേക്ക് പോകാം. അതായത് ഞാൻ ശരിക്കും നമ്മുടെ ആയുഷിന്റെ നമുക്കൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, AKG സെന്ററിൽ വെച്ചായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് പോയി 3 സിസ്റ്റർ ഡോക്ടേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോ പെട്ടെന്ന് ഒരു ആള് വന്നിട്ട്, ഒരു ചാനലിന്റെ എന്തോ ആളായിരുന്നു തോന്നുന്നു, പുള്ളി പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് പുറത്തേക്ക് വരാമോ, പിന്നെ ഒരു ഫോട്ടോ എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് വിളിച്ചു. ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ എന്നെ തന്നെയാണോ വിളിച്ചത്, ഇനി അലോപ്പതി ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് വിട്ടടിച്ചങ്ങ് എഴുന്നേറ്റ് പോയി നടന്നു പോയപ്പോഴേക്കും ശരിക്കും ഞാൻ മറിഞ്ഞടിച്ച് വീണു. അവിടുത്തെ ആ മാറ്റ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കാരണം അതേ തട്ടി ഞാൻ അങ്ങ് വീണു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഒക്കെ എടുക്കാൻ തുടങ്ങി. ഞാൻ പക്ഷെ ആർണിക്ക് റെസ്റ്റോക്സും ഒക്കെ എടുത്ത് മെഡിസിൻ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ നോർമൽ മെഡിസിൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് കിടന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഈ ബാക്കിൽ സ്കാപ്പുലർ റീജിയന്റെ ഒരു പെയിൻ. അപ്പൊ ഞാൻ ഓർത്തുന്ന ഇനി കർക്കിടക മാസം എൻഡിങ് ടൈമിൽ എന്തോ ആയിരുന്നു. ഞാൻ ഓർത്തുന്ന ഒരു വീട്ടിൽ എല്ലാവരും പറഞ്ഞ കർക്കിടക മാസമാണ്, ഇപ്പൊ വീണ ഭയങ്കര ശ്രദ്ധമായിരിക്കും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആയുർവേദ ഡോക്ടേഴ്സിനെ ആരെങ്കിലും കൊണ്ടുപോയി തടവിപ്പിക്കാന്ന്. ഞാൻ ശരിക്കും തടവാനായിട്ട് പോയി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടർ അന്ന് ഇല്ലായിരുന്നു. ഇവിടെ ഒരു DMO, ഒരു സാറുണ്ട്, റിട്ടയർഡ് DMO ആണ്. പുള്ളിയായിട്ട് നല്ല സൗഹൃദം ഉള്ളതുകൊണ്ട് പുള്ളിയുടെ അടുത്താണ് സാധാരണ നമുക്ക് ഫാമിലി എല്ലാവരും പോകുന്നത്. അപ്പൊ ഞാനും അങ്ങ് പോയപ്പോഴത്തേക്ക് സാർ അന്നില്ല. സാറ് പറഞ്ഞു, നിത്യ ഡോക്ടറെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അവിടെ തന്നെ ഒരു സിദ്ധ ഡോക്ടറുണ്ട്, ഡോക്ടറെ ഒന്ന് കാണിച്ചോളാൻ പറഞ്ഞു. ഞാൻ നേരെ സിദ്ധ ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ സിദ്ധ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, ഡോക്ടറെ അത് ബാക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെയിൻ ആയതാ, വേറെ പ്രശ്നമൊന്നുമില്ല, എക്സ്റേ ഒക്കെ എടുത്തു, അപ്പൊ നോ പ്രോബ്ലം. അപ്പൊ ഡോക്ടർ ഇങ്ങനെ തടവിയിട്ട് എനിക്ക് അന്നേരം വലിയ കുഴപ്പമൊന്നും തോന്നി, തടവി കഴിഞ്ഞു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ മുട്ടൊന്ന് കാണിച്ചേന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മുട്ട് കാണിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, അത് ഡോക്ടർ വീണതിന്റെ ഇതാന്ന് തോന്നുന്നു, ഡോക്ടർ കാലിൽ ഇങ്ങനെ നീര് കെട്ടി കിടപ്പുണ്ട്, അത് ഡോക്ടർ ഫീൽ ചെയ്യാത്തതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിന്നെ ഒരു ദിവസം വന്ന് ഡോക്ടർ അതും കൂടെ ഒന്ന് ഇത് തടവിപ്പിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പോ ഈ പ്രൈവറ്റ് പേഷ്യന്റിനെ ഞാൻ അപ്പൊ എത്തിയപ്പോ തന്നെ പ്രൈവറ്റ് ക്ലിനിക്ക് കഴിഞ്ഞ് എത്തിയപ്പോ ഒരു 5:30-6 മണിയായി. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ഒരു ദിവസം വീണ്ടും ഒരു 6 മണിക്ക് വരണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പൊ തന്നെ ചെയ്തോ. അപ്പൊ കഴിഞ്ഞിറങ്ങി ഞാൻ തിരിച്ച് വീണ്ടും കയറി പുള്ളിയെ കൊണ്ട് വീണ്ടും മസാജ് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്തോ പറ്റിയെന്നറിയത്തില്ല, എന്തോ കുഴപ്പം പറ്റി. പക്ഷെ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് തോന്നി. പിന്നെ ഞാൻ തടവുമ്പോ യൂഷ്വലി എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് പോന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹീൽസിന്റെ അവിടെ ഭയങ്കരമായ ഒരു പെയിൻ അനുഭവപ്പെട്ടു. ഇത് 3 ദിവസം 4 ദിവസം 5 ദിവസം ആകുമ്പോഴത്തേക്ക് വേദന ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു കുത്തു പോലത്തെ ഒരു പോയിന്റ്, ഒരു പിന്നിട്ട് കുത്തി എത്ര ഉണ്ടാവും അതുപോലത്തെ ഒരു ഡോട്ടാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ ഇങ്ങനെ വെള്ളം യൂസ് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യട്ടു? അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ഡോക്ടർ ഈ സിദ്ധയുടെ അങ്ങനെയാണ്, തടവുമ്പോൾ നമുക്ക് അകത്ത് കിടക്കുന്ന ഇതുവല്ലോ ഉണ്ടെങ്കിൽ ആ ഇതിൽ കൂടെ അങ്ങ് പോകും, പേടിക്കേണ്ടത്. സോ ഞാൻ വെയിറ്റഡ് ഫോർ അബൌട്ട് 2 വീക്ക്, ഒരു 5 days ഒക്കെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്താ ഈ കുത്തു വലുതായി വലുതായി വരുന്നേ അല്ലാതെ എനിക്ക് കാല് താഴെ കുത്താൻ പറ്റുന്നില്ല, അത്ര പെയിനായി. അലോപ്പതി, പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു അലോപ്പതി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, ആ ഡോക്ടറെ നിങ്ങൾ തടവിപ്പിച്ച അതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം. കാരണം ബിക്കോസ് ഡയഗ്നോസിസ് ഓരോ ഡോക്ടേഴ്സും ഓരോന്ന് പറയാൻ തുടങ്ങി. ആ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ഇത് തടവിയതിൻ്റെതാണ്, പിന്നെ നിങ്ങൾ ആന്റിബയോട്ടിക് എടുക്കണം, അത് ഇൻഫ്ലമേഷൻ ആയിപ്പോയി എന്ന് പറഞ്ഞു. കുറേ ആന്റിബയോട്ടിക് ഇങ്ങനെ തന്നു. ആന്റിബയോട്ടിക് മൊത്തം കഴിച്ചു. 2 weeks വെന്റ് ഓഫ്, നോ റിസൾട്ട്. അത് വേഴ്സണായി വരാൻ തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് വീണ്ടും ഞാൻ ആ ഡോക്ടറെ കളഞ്ഞിട്ട് അടുത്ത ഡോക്ടറെ അടുത്ത് പോയി. സോ വാട്ട് ദാറ്റ് ഡോക്ടർ സെഡ് ഇസ് ദാറ്റ് അത് നിങ്ങൾ തടവിയപ്പോ ഓയിലിൽ നിന്ന് വന്ന ബേൺ ആണ്, പൊള്ളലാണെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. പിന്നെ അതിന്റെ ആന്റിബയോട്ടിക് തരാൻ തുടങ്ങി. ആ ആന്റിബയോട്ടിക് വെന്റ് ഓഫ് ഫോർ ഇറ്റ് ടേക്സ് അബൌട്ട് നെക്സ്റ്റ് 2.5 weeks. വൺസ് അഗൈൻ വെന്റ് ഓഫ്, വീണ്ടും പോയി. ഇങ്ങനെ ചുരുക്കം പറഞ്ഞ വെൻ ത്രൂ എ ലോട്ട് ഓഫ് ഡോക്ടേഴ്സ്, 4 അലോപ്പതി ഡോക്ടേഴ്സിനെ കാണിച്ചു. ഓരോരുത്തരും ആന്റിബയോട്ടിക്സ് ഇങ്ങനെ ഓരോ റീസണാ പറയുന്ന അവര്. ഒരാൾ പറഞ്ഞു ഷൂ ബൈറ്റ് ആണെന്ന്. സോ ഐ സെഡ് ഐ ഡിഡ്ന്റ് ചേഞ്ച് മൈ ഷൂ, സോ ഹൗ കം ദിസ് ഷൂ ബൈറ്റ്? പക്ഷെ ലാസ്റ്റ് വെന്റ് ടു എ സർജൻ. ഒരു സർജനെ കാണിക്കാൻ പറഞ്ഞു, ഫേമസ്, ഇവിടെ തന്നെ ഒരു വലിയ ഹോസ്പിറ്റൽ. ഞാൻ പിന്നെ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഐ വെന്റ് ടു എ സർജൻ. അപ്പൊ പുള്ളി സർജനെ റെഫർ ചെയ്തു. അപ്പൊ സർജനെ റെഫർ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇത് ഡോക്ടറെ നിങ്ങൾക്ക് നെർവ് ഇഞ്ചുറി ആയിട്ടുണ്ട്, ബിക്കോസ് ആ തടവിയപ്പോ എന്തോ പ്രശ്നം പറ്റി, നെർവ് ഇഞ്ചുറി, സോ ബ്ലഡ് സപ്ലൈ ടു ദ പാർട്ട് വെന്റ് ഓഫ് ആൻഡ് യുവർ ഹീൽസ് ആർ ഗോയിങ് ത്രൂ ദ ഫേസ് ഓഫ് നെക്രോസിസ്, സെൽ ഡെത്ത് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഓൾറെഡി കറുത്ത് വരുന്നുണ്ട്. ഐ സെഡ് ഇറ്റ്സ് ഓക്കെ. എനിക്ക് തോന്നിയത് ശരിയാണെന്ന് തന്നെ തോന്നി. ആൻഡ് ഐ വെന്റ് ഓഫ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുള്ളി ബ്രോക്കൺ ഡൗൺ ആയി. വിതിൻ 1.5 ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് ഐ എം സ്ട്രഗ്ലിംഗ്. ഐ കാൺ ടേക്ക് മൈ പ്രൈവറ്റ് പേഷ്യൻസ്, ഐ കാൺ ഗോ ടു, ഞാൻ കമ്മിറ്റഡ് ക്ലാസ്സസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നമ്മള് കുറെ സൗഹൃദ ക്ലബ്ബ് അങ്ങനെ കുറെ കാര്യത്തിനകത്ത് കോപ്പറേറ്റ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. എല്ലാ സ്ഥലത്തും പേര് വെച്ചിട്ട് നോട്ടീസ് അടിക്കുകയും പേര് വെച്ചിട്ട് അവരെ ഇൻഫോം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മൈ ഡ്യൂട്ടി ഓൺലി ഐ എം ഗോയിങ്, ആഫ്റ്റർ 3 o'clock ആൻഡ് ഓൾ ദാറ്റ്. എന്നിട്ട് പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് ഈ പ്രശ്നം വെച്ച് സ്ട്രഗിൾ, ഐ ഹാഡ് നോ കോൺഫിഡൻസ് ഇൻ സ്റ്റാൻഡിങ് അപ്പ്. ആ ഒരു അവസ്ഥയായിരുന്നു. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു കൺവേ ഇസ് എ പവർ ഓഫ് ഹോമിയോപ്പതി. അത് അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഇവരെന്ത് ചെയ്തു, സം അനസ്തേഷ്യ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, മൈനർ സർജറി ചെയ്തു. മൈനർ സർജറി എന്ന് പറഞ്ഞാൽ ഈ കുത്തുപോലെ ഇരുന്ന സാധനത്തിന് ഒരു കിണർ പോലെ ആക്കി തന്നു, വലിയൊരു തുളയാക്കി തന്നു. ആൻഡ് വാട്ട് ദ സർജൻ വാസ് കൺവേയിങ് ടു മീ, സോ ദേ കോൾ ദ പ്ലാസ്റ്റിക് സർജൻ. എന്നിട്ട് പുള്ളി വന്ന് പറയുന്നത് വെച്ചാൽ, സി യു ആർ ഗോയിങ് ടു ബി, യു ഹാവ് ടു ലൈ ഡൗൺ ഫോർ, നാളെ തന്നെ നിങ്ങൾക്ക് മേജർ ഒരു സർജറി ചെയ്യണം. സോ ഇപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ചെയ്താൽ ഇപ്പൊ അനസ്തേഷ്യ ഡോക്ടർ ഉണ്ട്. അതർ ദാൻ ദാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അനസ്തേഷ്യ ഡോക്ടറെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ ഇപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്യാം. ഒരു ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരാൾ ഇവിടെ നിൽക്കൂ, ഹസ്ബൻഡോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരൂ, ഇവരിവിടെ കിടക്കട്ടെ. ദാറ്റ് ഇസ് വാട്ട് ദേ സെഡ്. ഐ സെഡ് ഓക്കെ ഫൈൻ. ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, സർജറി നമുക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെ നെക്രോസിസ് ഉണ്ടെങ്കിൽ ആ സെൽസിനെ എടുത്ത് കളയുന്നല്ലേ സേഫ്. ഞാൻ ഐ ആസ്ക്ഡ് ഡോക്ടർ, ഓക്കെ ഇത് എത്ര ദിവസം കിടക്കട്ടെ? ഹീ സെഡ് അത് എത്ര ദിവസമൊന്നും എത്ര മാസമൊന്നും എത്ര വർഷമൊന്നും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ഹീലിംഗ് പോലെ ഇരിക്കും, ബിക്കോസ് ദ നെർവ് സപ്ലൈ ടു ദ പാർട്ട് വെന്റ് ഓഫ്. ദാറ്റ് വാസ് ഹിസ് ഡയഗ്നോസിസ്. അപ്പൊ ഞാനിത് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ വി ക്യാൻ ഡു ഇറ്റ്, അത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ. പക്ഷെ ഇത് കേട്ടപ്പോൾ ഞാൻ ഫുള്ളി ബ്രോക്കൺ ഡൗൺ ആയി. ആൻഡ് വാട്ട് ഹി സെഡ് വാസ്, നിങ്ങൾ ഇത് സർജറി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു വാക്യൂം സെക്ഷൻ അങ്ങനെ എന്തോ ഒരു മെഷീൻ പറഞ്ഞു, ആ മെഷീൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഘടിപ്പിച്ചു തരും. ആ മെഷീൻ നിങ്ങളുടെ കാലിൽ കൂടുള്ള സെൽസിനെ വലിച്ചെടുക്കുന്നു. അത് ട്രെയിൻ ചെയ്യാനായിട്ട് ആൾ നിങ്ങളുടെ വീട്ടിൽ വരും. അപ്പൊ സർജറി കഴിഞ്ഞ ഉടനെ അയാൾ വീട്ടിൽ വരും. ആൻഡ് യു ഹാവ് ടു ലൈഫ് ഫോർ അബൌട്ട് 6 months. ദാറ്റ് വാസ് ഹി സെഡ്. ഞാൻ ഒന്നും നോക്കിയില്ല. ഐ സെഡ്
ഐ സ്റ്റുഡ് അപ്പ്. ഞാൻ എന്നെ ശരിക്കും പറഞ്ഞ ആ ടേബിളിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്, കുതിരബെഞ്ച് പോലത്തെ ടേബിളെ കിടത്തി ഫുൾ ലൈറ്റ് വിട്ട് ഇവരെല്ലാം കൂടെ നിന്ന് എന്തൊക്കെയോ. ഐ സ്റ്റുഡ് അപ്പ്. ഞാൻ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നോ, ഐ ഡോണ്ട് വോണ്ട് എ സർജറി, യു പ്ലീസ് ക്ലോസ് ഇറ്റ്. ഹൗ ഐ കെയിം, ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ വൂണ്ട് എങ്ങനെയായിരുന്നോ ആ ലെവലിൽ യു ഹാവ് ടു പ്ലീസ് ക്ലോസ് ഇറ്റ് അപ്പ്. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് വെന്റ് ഓഫ് വാക്കിംഗ്. ഞാൻ കുന്തിയാ പോയത്. മൈ ഹസ്ബൻഡ് വാസ് ക്രൈങ്, ഹി വാസ് സ്റ്റാൻഡിങ് ദെയർ ആൻഡ് ക്രൈങ്, ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു, ഹി കാൻറ്റ് വിത്ത്സ്റ്റാൻഡ്. അതായിരുന്നു അവസ്ഥ. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നെ വഴക്കും പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ഇത് എന്ത് കാണിക്കുന്നേ, ഹൗ ക്യാൻ യു സേ ഇറ്റ് വിൽ ഹീൽസ് ബിക്കോസ് nerve supply to the part. I said I am confident, I am a homeopath, I know how to treat. ഞാൻ ധൈര്യമായിട്ട് വീട്ടിൽ വന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഐ സ്റ്റാർട്ടഡ് ഹോമിയോപ്പതി. ശരിക്കും കരഞ്ഞു ബിക്കോസ് അവനെ ഓപ്പൺ ദ വൂണ്ട്. ഐ വാസ് ഷോക്ക് ടു സീ എ ബിഗ് വെൽ ലൈക്ക് വൂണ്ട്. ഒരു കിണർ കുഴിച്ച എങ്ങനെ ഉണ്ടാവും അതുപോലെ എൻ്റെ ഹീൽസിനെ തോളയാക്കി വെച്ച് തന്നു. ഐ കെയിം ബാക്ക്. ഞാൻ 2 ദിവസം നല്ല പെയിൻ ഉണ്ടായിരുന്നു ബിക്കോസ് അനസ്തേഷ്യയുടെ എഫക്റ്റ് ഇപ്പോൾ പെയിൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്ത് പെയിൻ കില്ലർ എടുത്തിട്ട് ഐ സ്റ്റാർട്ട് ടേക്കിംഗ് ദ ഹോമിയോപ്പതിക് മെഡിസിൻസ് വൺ ബൈ വൺ. ഐ ട്രൈഡ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ബ്രോക്കൺ ഡൗൺ ആകുമ്പോൾ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസിനെ കുറിച്ച് നമുക്ക് അറിയുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുന്ന ഒരു ഇങ്ങനെ ഐ വാസ് ട്രൈങ് വൺ ആൻഡ് ദ അനദർ. ഒന്ന് മാറ്റി ഐ ട്രൈ. And what happened is that it started healing. Healing എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഹോമിയോപ്പതി കൺമുന്നിൽ കാണിച്ചു തന്നു. ദാറ്റ്സ് എ പവർ ഓഫ് ഹോമിയോപ്പതി, ബിലീവ്. കാരണം ഇതിപ്പോ നമ്മളിത് എന്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ. ആൻഡ് വാട്ട് ദ ഡോക്ടർ സെഡ് ദാറ്റ് യു കം ആഫ്റ്റർ 3 days. 2 ദിവസത്ത് നിങ്ങൾക്ക് പനി വരും. അപ്പൊ പനി വല്ലതും വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ യു കം ബാക്ക് ആഫ്റ്റർ 2 days. And if you see that your legs are healing, please come to us. Because പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ഉള്ള പേഷ്യൻസ്, നെർവ് ഇഞ്ചുറി വന്ന പേഷ്യൻസ് സ്ട്രഗ്ലിംഗ്, ലോട്ട് ഓഫ് പേഷ്യൻസ് സ്ട്രഗ്ലിംഗ് ഫോർ വിത്ത് ആംപ്യൂട്ടേഷൻ ആൻഡ് ഓൾ ദാറ്റ്. സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു കം ബാക്ക്, വി ആർ റെഡി ടു റിസീവ് യു. ഞാൻ പറഞ്ഞു ഓക്കെ. ഹീലിംഗ് ആണെങ്കിലും ഡോക്ടർ വന്ന് ഡോക്ടറെ വാട്ട് ഹീ സെഡ്, ഹി വാസ് സ്മോക്കിംഗ് മീ. വാട്ട് ഹീ സെഡ് ദാറ്റ് വാസ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കാല് ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നമ്മൾ കേസസ് അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞു. അത് ഒരു ഐ ടുക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് വിതിൻ 2.5 weeks എൻ്റെ ആ കിടന്ന കിണർ മൊത്തവും നികന്നു. മൈ പെയിൻ സബ്സൈഡഡ്, നോ സർജറി, നത്തിങ്. ആൻഡ് ഐ എം ഗോയിങ്. ഞാനിപ്പോൾ ഒരു 2.5-3 ആഴ്ചക്കകത്ത് ഐ വെന്റ് ബാക്ക്. ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഹാവിങ് സം പെയിൻ ആൻഡ് സംതിങ് ജസ്റ്റ് ലൈക്ക്. ഞാൻ കുറച്ച് പഞ്ഞിയൊക്കെ വെച്ച് അത് നികന്ന് ഫുൾ, ആ കുഴി മൊത്തം നികന്ന്. ആൻഡ് പെയിൻ എന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും. ഐ സ്ട്രഗിൾ ഫോർ അബൌട്ട് 2 months. സോ ദിസ് ഇസ് എ പവർ ഓഫ് ഹോമിയോപ്പതി. ഞാൻ ജസ്റ്റ് ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഈ കേസ് പറഞ്ഞെന്ന്, എൻ്റെ കേസ് തന്നെ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ബ്രോക്കൺ ഡൗൺ ആയി. ഐ തിങ്ക് ധനേഷ് സർ വൺസ് കോൾ മീ. എന്നെ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചിരുന്നു ധനേഷ് സർ ഇങ്ങനെ വിളിക്കുമ്പോൾ ഐ വാസ് സിറ്റിംഗ് ദെയർ ഇൻ ദ ഹോസ്പിറ്റൽ. ഐ വാസ് സ്ട്രഗ്ലിംഗ് ഓരോ സ്ഥലത്തുനിന്ന് മാറ്റി. സോ ദിസ് ഇസ് എ കേസ് വിച്ച് ഐ ക്യാൻ സേ ദാറ്റ് whenever there is no nerve supply, don't worry. ഹോമിയോപ്പതി can do its best. ഇപ്പോൾ ഞരമ്പല്ല എന്ത് കുന്തം പോയാലും ഹോമിയോപ്പതി വർക്ക് ചെയ്യും. No need of amputation and all that. And that was a case of success story. ഞാൻ എൻ്റെ കാലിന്റെ പടങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഐ വിൽ പ്രസന്റ് ദ കേസ് ആഫ്റ്റർ സം ടൈം. ഐ എം പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്. എൻ്റെ കാൽ ഫുൾ ഹീൽ ചെയ്ത സ്റ്റേജും ഹൗ ഇറ്റ് ചേഞ്ച്ഡ് എന്നുള്ളത് ഐ വിൽ ഷോ ഇറ്റ്. ഐ വിൽ പ്രൂവ് ടു ദ, ഐ വാണ്ട് ടു ഷൗട്ട് ടു ദ വേൾഡ് ദാറ്റ് ദിസ് ഇസ് ഹോമിയോപ്പതി. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് നമ്മളുടെ കേസിലോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കേസ് പ്രശ്നം നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് എടുത്തതെങ്കിലും ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ചാൽ എൻ്റെ സ്ട്രെസ് തന്നെ ഞാനൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മൈ കേസ് ഇസ് ഡിഫറെന്റ്. അതായത് നമ്മൾ പല കേസുകൾ ഇപ്പൊ കാണാറുണ്ട്, ഫാമിലി കേസസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ നമുക്കൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ദാറ്റ്സ് വർക്കിംഗ്. പക്ഷേ അത് വർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സക്സസ് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പം നമ്മളുടെ ഈ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള പലരുടെയും ചെവിയിലെത്തും. അപ്പൊ അവര് നമ്മൾക്ക് പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ദിസ് ഇസ് കാൺട്ട് ബിലീവ് ദാറ്റ് ഹോമിയോപ്പതി ഈസ് വർക്കിംഗ് ഇൻ സച്ച് എ വേ എന്ന് പറഞ്ഞ് പലപ്പോഴും പറയുമ്പോഴും നമ്മൾ അത് പറയാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ദ പേഴ്സൺ ഈസ് സേയിങ് ദാറ്റ് ബിക്കോസ് ഞാൻ ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ പെട്ട ആളാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന്. നോ, നെവർ. ബിക്കോസ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വാട്ട് ഐ ഫെൽറ്റ് വെരി ഹാപ്പി മൊമെന്റ് വാസ് ദാറ്റ്
ഞങ്ങളുടെ ഒപ്പം കൗൺസിലിംഗ് സെന്റർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ അതൊരു കെട്ടിടത്തിന്റെ അവസ്ഥയിൽ കിടന്ന ഒരു സാധനമായിരുന്നു. ആ ഹോസ്പിറ്റൽ വാസ് ജസ്റ്റ് ഇൻ എ വേ, ഇറ്റ്സ് ഓൺ ദ വേ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ മാത്രം കിടന്നതാണ്. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് അതൊരു നല്ല രീതിയിൽ ഒരു കെട്ടിടമാക്കി മാറ്റാൻ ഐ തിങ്ക് മനോജ് സർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ. ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ സർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ കിട്ടി. നെക്സ്റ്റ് വാട്ട് വി ഡിഡ് വാസ് വി സ്റ്റാർട്ടഡ് എ യോഗ സെന്റർ. യോഗ, കരാട്ടെ, ഇപ്പൊ നമ്മൾ ലേഡീസ് ജിമ്മും കൂടെ എന്റെ മുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇനാഗുറേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിത്തരഞ്ജൻ എന്ന് പറഞ്ഞ സാറാണ് അതിന്റെ ഇനാഗുറേഷൻ വന്നത്. അപ്പൊ സാർ ഇങ്ങനെ വന്നിട്ട്, ചിത്തരഞ്ജൻ എന്ന് പറഞ്ഞ സാർ വന്നിട്ട് ഇങ്ങനെ പറയും, ഇത് നിത്യ എന്ന് പറയുന്ന ഡോക്ടറെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെവി കേൾക്കുന്നുണ്ട്. അപ്പോ ഡോക്ടർ ഇങ്ങനെ ഹോമിയോപ്പതി ശാസ്ത്രം കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഓരോരുത്തർ വന്ന് പറയുമ്പോൾ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ചിത്തരഞ്ജൻ സാർ മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ ഐ ഫീൽ എ വെരി പ്രൗഡ് മൊമെന്റ്. ബിക്കോസ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത്, ഒരു ശാസ്ത്രത്തിനകത്ത് ഹോമിയോപ്പതിക്കുള്ള പങ്കെന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഐ വിൽ സേ, ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കേസായിരുന്നു. രസകരമാണോ സങ്കടകരമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കൊച്ചൊരു കുട്ടിയെ കൊണ്ടുവരും. കുട്ടികളുടെ കേസ് നമ്മൾ അധികം അങ്ങനെ പ്രസന്റ് ചെയ്യാറില്ല. സോ ഒരു കുട്ടിയുടെ കേസ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ ഈ കാലിന്റെ പ്രശ്നമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുകയാണ്, നിത്യ ഡോക്ടറെ, ഒരു വലിയൊരു പൊളിറ്റീഷ്യൻ ലേഡി, ഐ കാൻറ്റ് സേ ദ നെയിം ഓഫ് ദാറ്റ് ലേഡി. അപ്പൊ ആ ലേഡിയുടെ കൊച്ചുമകൻ ഒരു കുട്ടിയുടെ ഒരു കേസാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി കുറെ ദിവസമായിട്ട് നടക്കാം. അപ്പൊ ഞാനിപ്പോ കൗൺസിലിംഗ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഐ ആം ഓൾറെഡി ബ്രോക്കൺ. ഐ ആം നോട്ട് ഇൻ എ പോസിറ്റീവ് സ്റ്റേറ്റ്. ഹൗ ക്യാൻ ഐ കൺവേ ദ പോസിറ്റീവ് എനർജി? അപ്പൊ ഞാനൊരു ബ്രോക്കൺ ഡൗൺ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൗൺസിലിംഗ് ഒക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുകയായിരുന്നു. ഐ കാൻ ടേക്ക് നെഗറ്റീവ് എനർജി. അപ്പം ആ കേസിൽ അവർ വന്ന് പറയാണ്, ആൻഡ് ദാറ്റ് ലേഡി, ആ പൊളിറ്റീഷ്യൻ ലേഡി കൂടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം. ഷീസ് ഇൻ എ ബിഗ് പൊസിഷൻ. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഡോക്ടറെ, ഞാൻ എൻ്റെ കൊച്ചുമോൻ്റെ ഒരു കേസിനായിട്ടാണ് വന്ന, ഡോക്ടറുടെ കയ്യിൽ ഇത് ശരിയാവത്തുള്ളൂ. കാരണം ഞങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു, ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, കൗൺസിലേഴ്സിനെ കാണിച്ചു, വി വെന്റ് ഫോർ തെറാപ്പീസ് ആൻഡ് ഓൾ ദാറ്റ്, എനിവേ നോ ഇംപ്രൂവ്മെന്റ്. ദാറ്റ് വാസ് എ കേസ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ്? അപ്പൊ ഞാൻ ഓർത്ത് ഇനി കൊച്ചു വല്ല പ്രണയം, സാധാരണ ഇങ്ങനത്തെ പേജിൽ ആ കുട്ടിയുടെ ഏജ്, ഷീസ് അബൌട്ട് സ്റ്റഡിങ് ഇൻ അബൌട്ട് 7th or 8th സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ ഓർത്ത് വല്ല പ്രണയ കേസോ അല്ലെങ്കിൽ ലഹരി ഉപയോഗം, ഇപ്പൊ പെൺപിള്ളേർക്ക് ലഹരി ഉപയോഗം ഉണ്ടല്ലോ, മേ ബി അത് തന്നെയാണ് നമുക്ക് എപ്പോഴും വരുന്ന കേസുകൾ. അപ്പൊ ഇവരിങ്ങനെ പെട്ടെന്ന് കരഞ്ഞിട്ട് എന്നോട് പറയാണ്, ഡോക്ടറെ, ഇതൊന്നുമല്ല പ്രശ്നം, ഈ കുട്ടി മോഷ്ടിക്കുന്നു. ഷീസ് ഹാവിംഗ് ദ ഹാബിറ്റ് ഓഫ് ക്ലെപ്റ്റോമാനിയ. എന്ന് വെച്ചാൽ ക്ലെപ്റ്റോമാനിയ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാത്രമേ മോഷ്ടിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും രസകരം. നമ്മൾ ക്ലെപ്റ്റോമാനി എന്ന് പറഞ്ഞാൽ എവിടെ പൈസ കണ്ടാലും എവിടെ സാധനം കണ്ടാലും മോഷ്ടിക്കണം. ഇത് അങ്ങനല്ല, ഒരു പേഴ്സന്റെ സാധനം മാത്രമേ മോഷ്ടിക്കുന്നുള്ളൂ, വേറെ ആരുടെയൊക്കെ സാധനങ്ങൾ മോഷ്ടിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക കേസായിരുന്നു. സോ ഐ ടുക്ക് ദ കേസ്. ആൻഡ് പ്രോബ്ലം വാസ് ഈ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ഈ ലേഡി ഫുൾ ടൈം ഇങ്ങനെ കലകലാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആ കൊച്ചിനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, ഷീസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഷീസ് നോട്ട് ഡൂയിങ് ദാറ്റ്, ഷീസ് നോട്ട് ഡൂയിങ് ദിസ്, ഷീസ് ഇങ്ങനെ. പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഫുൾ, എനിക്ക് സത്യം പറഞ്ഞാൽ തല പെരുത്തിട്ട് പോയി. അതുപോലെ ഇവരിങ്ങനെ ആ പൊടി കൊച്ചിനെ പറ്റി, ആ കുട്ടിയെ പറ്റി, കൊച്ചുമകളെ പറ്റി നിറയെ കുറ്റമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഐ സെറ്റ്, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ ചവിട്ടി വെളിയിറക്കേണ്ട അവസ്ഥ വന്നു. ആൻഡ് ആ കുട്ടിയെ ഞാൻ അകത്ത് കയറ്റിയപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഇത് വെച്ചാൽ ഇങ്ങനെ സാധാരണ കുട്ടികളെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ഇപ്പം ലേഡീസ് ആയിട്ടുള്ള സ്ത്രീകൾ നമ്മൾ സോപ്പ് ഇടുമല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികളും കുഞ്ഞിക്കുട്ടികളും ഒക്കെ ആകുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കര ഒരു സോപ്പ് ഇടും കുട്ടികൾ, അല്ലെ മോളെ ആ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പൊ നമ്മളോട് പെട്ടെന്ന് കമ്പനി ആകാറുണ്ട് കുട്ടികൾ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കും. അപ്പൊ അവർ യൂഷ്വലി ദേ വിൽ സറണ്ടേഴ്സ് ആൻഡ് നമുക്ക് അവര് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഇതായിട്ട് വിധേയരായിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആഫ്റ്റർ വൺ സിറ്റിംഗ് എങ്കിലും ഉറപ്പായിട്ടും നമ്മൾ അവരെ എന്താണ് ചാക്കി കയറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഒരു സിറ്റിംഗ് കഴിഞ്ഞ് 2 സിറ്റിംഗ് കഴിഞ്ഞിട്ട് നോ എഫേർട്ട്, എന്താ പറയുക, ഓൾ എഫേർട്സ് ആർ ഇൻ വെയിൻ. അതാണ് സംഭവിച്ചത്. ബിക്കോസ് ഈ കുട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട്, നമ്മൾ എന്ത് ചോദിച്ചാലും കുട്ടി ഇങ്ങനെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്ത് പറഞ്ഞിട്ട് രക്ഷയില്ല, കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാ മോളെ ഇങ്ങനെ മോഷ്ടിക്കുന്ന? അപ്പൊ അതിലെ രസം എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, ഇത് ആരുടെ കയ്യിൽ നിന്നാണ് മോഷ്ടിക്കുന്നത്? അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മാത്രമേ മോഷ്ടിക്കത്തുള്ളൂ, വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു സാധനവും മോഷ്ടിക്കത്തില്ല. അമ്മയുടെ അച്ഛൻ പിന്നെ പോക്കറ്റിനകത്ത് പൈസ ഇട്ടിട്ട് സ്റ്റാൻഡിൽ കൊണ്ടിടും. ആ പൈസ ഈ കുട്ടി മോഷ്ടിക്കുന്നുണ്ട്. മോഷ്ടിച്ചിട്ട് ഈ കുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മോഷ്ടിച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പോയി വാങ്ങിക്കും. സാധനങ്ങൾ പോയി വാങ്ങിച്ചിട്ട്
ഇവൾക്ക് ഇഷ്ടപ്പെട്ട, ഇവള് പൊതുവെ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇടുന്ന ആളാണ്, പക്ഷെ ഇവൾക്കുമായിട്ട് ഒരു മേക്കപ്പ് സാധനവും വാങ്ങിക്കത്തില്ല. ഇവള് വാങ്ങിക്കുന്ന ചോക്ലേറ്റ്സ്, അതേപോലെ ഈ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൂടുള്ള ഫ്രണ്ട്സ് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടികൾ വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ച് അവർക്ക് കൊടുക്കും. അപ്പൊ ഈ അച്ഛന്റെ പൈസ ഇങ്ങനെ അച്ഛന് പലപ്പോഴും അപ്പൂപ്പൻ ഇങ്ങനെ പലപ്പോഴും, അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ എവിടെ, അമ്മ ഇവിടെ ഇല്ല, അമ്മ ട്രിവാൻഡ്രത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ എന്താ അങ്ങ് നിൽക്കുന്നത്? അപ്പൊ ഇവരുടെ വീട് ഇറ്റ് വാസ് കുറച്ചൊരു ഡിസ്റ്റന്റ് പ്ലേസിലായിരുന്നു. അപ്പോ പിന്നെ ഇങ്ങനെ ചോദിച്ചു അമ്മ ഇത് എവിടെ, അമ്മ ട്രിവാൻഡ്രത്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ എന്താ അങ്ങനെ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നത്, കുട്ടിയോടെ അല്ലേ നിൽക്കുന്നത്? അങ്ങനെ ചോദിച്ചു. ഇവരാദ്യം ആ ലേഡി ഇങ്ങനെ ഒന്നും തുറന്നു പറയുന്നില്ല. അവസാനം ചോദിച്ചപ്പോ എന്താണ്, ഈ കുട്ടിക്ക് ശരിക്കും അച്ഛൻ മരിച്ചുപോയി, ചെറുപ്പത്തിലേ മരിച്ചുപോയി, രണ്ടിലോ എങ്ങോട്ട് പഠിക്കുമ്പോ ഇതും ഇതിന്റെ ഇളയ ഒരു അനിയൻ കുഞ്ഞായിരുന്നു. അപ്പൊ അച്ഛൻ അങ്ങ് മരിച്ചുപോയി. അച്ഛൻ എന്തോ അറ്റാക്ക് എന്തോ വന്ന്, അച്ഛൻ നല്ലൊരു ഫാമിലി പേഴ്സൺ ആയിരുന്നു, ഇവരുമായിട്ടെല്ലാം ഭയങ്കര കമ്പനി ആയിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങ് മരിച്ചുപോയി. അച്ഛൻ മരിച്ചു പോയിട്ട് അമ്മയെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം നിർബന്ധിച്ച് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു. അപ്പൊ അമ്മ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങ് സിറ്റിയിൽ എവിടെ താമസിക്കാൻ അമ്മയെ വിട്ടിരിക്കുകയാണ്. ഈ അമ്മൂമ്മയും അപ്പൂപ്പനും കൂടാണ് ഈ കുട്ടീനെ വളർത്തുന്നത്. അങ്കിൾ ഉണ്ട് അടുത്ത്. ഈ വീട്ടിൽ തന്നെ ഇദ്ദേഹത്തിന്റെ മാമനുണ്ട്. മാമൻ കല്യാണം കഴിച്ച അതിലൊരു കുഞ്ഞു കൊച്ചുണ്ട്. ആ കൊച്ചു ഒരു കുട്ടിയുണ്ട്. പക്ഷെ ഈ മാമന്റെ പൈസ ഒന്നും എടുക്കത്തില്ല. മാമന്റെ വൈഫും വർക്കിംഗ് ആണ്, അവർക്കും പൈസയൊക്കെ ഉണ്ട്. അവരുടെ 1 രൂപ പോലും എടുക്കത്തില്ല. ആരുടെ എടുക്കത്തില്ല, ഈ അപ്പൂപ്പന്റെ പൈസ മാത്രമേ മോഷ്ടിക്കത്തുള്ളൂ. ഇതായിരുന്നു ആ കേസ് പ്രസന്റേഷൻ. പക്ഷെ ഈ കുട്ടികൾ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പൊ ഈ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോക്ടർ ഇവക്ക് ആരടുത്തും ഒരു സ്നേഹമില്ല, ആരടുത്തും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഇളയ ഒരു പൊടി ഒരു കൊച്ചുണ്ട്, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊണ്ടുകൊടുത്ത് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് തീർക്കുക, ഇളയ കൊച്ചിന് കുടിക്കുകയോ ഇളയ കൊച്ചിന്റെ ഒരു കാര്യം നോക്കുകയോ, അപ്പുറത്ത് മാമന്റെ ഒരു കുട്ടിയുണ്ട്, ആ കൊച്ചിനെ ഒന്ന് എടുക്കുകയോ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതല്ല അവൾക്ക് ആരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ആ ഒരു അവസ്ഥയിലാണ് അവൾ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനോട് ചോദിക്കും, മോക്ക് അനിയന് ഇഷ്ടമുണ്ട്, ഇങ്ങനെ പറയും, ഇഷ്ടമുണ്ട്. പിന്നെന്താ അനിയന്റെ കാര്യങ്ങൾ, അനിയൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അനിയനെ തിരിച്ചു വരുമ്പോ വിളിക്കാറുണ്ടോ? ഇത് ഞാൻ ഇല്ല ഇല്ല, യെസ് ഓർ നോ, ഇത്രേ ഉള്ളൂ. എല്ലാം സിലബിൾസിലാണ് ആൻസർ ചെയ്യുന്നത്, യെസ് ഓർ നോ, ദാറ്റ്സ് ഓൾ. അപ്പൊ ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, മോൾ ഈ പൈസ പിന്നെ ആദ്യം സോഫ്റ്റ്വെയറൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ ഈ പൈസ, അതിന് രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടി ആ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസ കുറെയൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന് വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ യൂസ് ചെയ്യുന്നില്ല. ഈ പൈസ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് ഇടും. ഇട്ടിട്ട് ഇവർക്ക് തന്നെ കിട്ടും. ഇവർ തപ്പി 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 പോകുമ്പം എവിടെന്നെങ്കിലും കിട്ടും. ചെടിയുടെ മൂട്ടിലോ അടുക്കളയുടെ അടുപ്പിന്റെ അടിയിലോ, അല്ലെങ്കിൽ പാട്ടക്കകത്തോ, കുപ്പിയിൽ വല്ല അടച്ചു വെച്ചിരിക്കുന്ന പാട്ടക്കകത്തോ ഒക്കെ കൊണ്ടിടും. എവര് നോക്കി 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 എത്ര അടി കൊടുത്താലും അത് എവിടെ ഇട്ടു എന്ന് ആ കുട്ടി പറയില്ല. ദാറ്റ് വാസ് എ കേസ്. അപ്പൊ ഇത് ഇത്രയും ഇങ്ങനത്തെ ഒരു പ്രസന്റേഷൻ കേസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ പുതിയ കേസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, നമ്മളെ പോലെ എന്താ പറയുന്നത്, എന്തൂസിയാസ്റ്റിക് ഉള്ള ഹോമിയോപ്പത്തിക് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ചലഞ്ചാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഭയങ്കര ചലഞ്ചായിട്ട് എടുക്കാൻ എനിക്ക് തോന്നിയത്. കാരണം വളരെ എന്താ പറയുക, രസകരമായ ഒരു കേസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ അമ്മൂമ്മയെ കയറ്റോട്ടടിച്ച് അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മൂമ്മ ചേച്ചി, മാഡം ഒരു കാര്യം ചെയ്യും, മാഡം ഇനി പുറത്തിരുന്നു, ഞാൻ സംസാരിച്ചോളാം, സ്റ്റോക്കിങ്. അപ്പോ ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ എത്ര ചോദിച്ചാൽ ഷി വോണ്ട് ഓപ്പൺസ് അപ്പ്. അവസാനം ഞാനൊരു ട്രിക്ക് എടുത്തു, അതിൽ പെട്ടു. ഞാൻ മൊബൈൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഇത് ഇപ്പൊ എന്റെ കയ്യിൽ നിൽക്കാത്തൊരു കേസാണ്, വാട്ട് ഐ ക്യാൻ ഡു ഇസ് ഐ ക്യാൻ റെഫർ ദ കേസ് ടു ജുവനൈൽ സെൽ ഓൺലി. എനിക്ക് ജുവനൈൽ സെല്ലോട്ട് വിടാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് അവർ വണ്ടിയും കൊണ്ട് വീട്ടിൽ വരുമ്പം ഈ കുട്ടിയെ വിട്ടാൽ മതി, ഇത് അവിടെ പോയി നിന്ന് പഠിക്കട്ടെ. അപ്പം അല്ലാതെ ഇപ്പം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു പറയാനൊന്നും ആ കുട്ടി തയ്യാറാവുന്നില്ല. എന്ത് ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. ദാറ്റ് വാസ് എ കേസ്. അപ്പം ഇത് ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഈ അമ്മൂമ്മ ഇങ്ങനെ പറയാണ്, എന്ത് ചോദിച്ചാലും ഈ കൊച്ചു കള്ളമേ പറയത്തുള്ളൂ, എന്ത് ചോദിച്ചാലും കള്ളം പറയും. ഇപ്പൊ അത് ആവശ്യമുള്ള കള്ളങ്ങളല്ല പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിനും കള്ളം പറയുന്നത് അതിനൊരു സ്വഭാവമായിട്ട് മാറി. ഇപ്പൊ ക്ലാസ് എത്ര മണിക്ക് വിട്ടു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ കൊച്ചു 4:30 ആയിരിക്കും വിട്ടത്. 4:30 നോർമൽ സ്കൂൾ ടൈമിന് വിട്ടെന്നിരിക്കട്ടെ, നോർമൽ സ്കൂൾ ടൈമിന് 4:30 വിട്ടാ, അല്ലെങ്കിൽ ഇന്നിപ്പോ നേരത്തെ വിട്ടു, 3 മണിക്ക് വിട്ടു. അപ്പൊ 3 മണിക്ക് വിട്ടു എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അമ്മൂമ്മ ചോദിക്കുന്നത്. പക്ഷേ ഈ കൊച്ചു ചുമ്മാ കള്ളം പറയും. എന്തെങ്കിലും ടൈം ഇങ്ങനെ മാറ്റി പറയുവോ, കള്ളം പറയുവോ ഒക്കെ ചെയ്യും. പിന്നെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, ഭയങ്കര സെൽഫിഷാണ്. എന്നുവെച്ചാൽ അവള് വരിക, അവളുടെ ഫുഡ് കഴിക്കുക. ഈ തൊട്ടടുത്ത് തന്നെ മാമനും മാമിയും മാമന്റെ മക്കളും മാമന്റെ കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. ആ കൊച്ചു ഒരു സ്ഥലത്തുനിന്ന് വീഴാൻ പോകുന്ന കണ്ടാൽ പോലും ഈ കൊച്ചു പോയി എടുക്കത്തില്ല. ആ കുട്ടിയുമായിട്ട് കളിക്കാൻ താല്പര്യമില്ല.
അങ്ങനെ ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റിലൂടെയാണ് ഈ കൊച്ചിന്റെ ഒരു അവസ്ഥ. അപ്പം ഞാനിങ്ങനെ പിടിച്ച് വരട്ടിയപ്പം ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. കരഞ്ഞുകൊണ്ടേയിരിക്കും. ക്രൈയിങ് എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ഗേൾസ് ക്രൈ ചെയ്യുമ്പോൾ വിൽ വാച്ച് എന്തൊക്കെയായിരിക്കും അതിന്റെ ഗസ്റ്റേഴ്സ് ഇങ്ങനെ കരയുന്നതിന്റെ ഒരു എന്താ പറയാ, എന്ത് രീതിയിലാണ് കരയുന്നതെന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ബിക്കോസ് കരച്ചിലിൽ നിന്ന് വരെ നമുക്ക് മെഡിസിനിൽ എത്താൻ പറ്റും. അപ്പൊ നോ സോബിങ്, നത്തിങ്. കണ്ണുനീര് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ അതർ ദാൻ ദാറ്റ് നത്തിങ്. ഒരു എക്സ്പ്രഷനും ഇല്ല. കണ്ണീരിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഷീ സിറ്റിംഗ് ദർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതായിരുന്നു അതിൻ്റെതായ ഒരു കേസ് പ്രസന്റേഷൻ. പിന്നെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബാക്കി ഫിസിക്കൽ സിംറ്റസൈസർ എനി പ്രോബ്ലംസ് അതർ ദാൻ ദാറ്റ്, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ. അപ്പൊ ഈ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഈ കൊച്ചിന് ഇഷ്ടമില്ല ആ രീതിയിൽ അമ്മൂമ്മ പറയുന്നത്, ഫുൾ കുറ്റമാണ് പറയുന്നത്. അപ്പം രണ്ടാമത് സിറ്റിംഗിൽ എന്തോ ഫൈസൽ, ഐ വോണ്ട് ടു സീ ദ മദർ, പ്ലീസ് ബ്രിങ് ദ മദർ. അമ്മയെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, എനിക്ക് അമ്മൂമ്മയെ കണ്ടിട്ട് പറ്റില്ല, ഐ വോണ്ട് ടു സീ ദ മദർ, ബ്രിങ് ദ മദർ. അപ്പൊ അമ്മയെ കൊണ്ടുവന്നു അമ്മോട് സംസാരിച്ച് അമ്മ വന്നപ്പോഴത്തേക്ക് ഈ കൊച്ചു കുറച്ചും കൂടെ ഒന്ന് അയയാൻ തുടങ്ങി. മറ്റേത് ഭയങ്കര ഹാർട്ട് റിലീസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പോ അങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ മൂക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാം. അപ്പൊ അമ്മ ഇങ്ങനെ പറയാറ്, ഡോക്ടർ പണ്ടാണെങ്കിൽ ഇവക്ക് എപ്പോഴും തലവേദന വരുമായിരുന്നു, എപ്പോഴും ഇങ്ങനെ തലവേദന എന്ന് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവക്ക് ഭയങ്കര തലവേദന, ഇവക്ക് ഉച്ചയ്ക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും വല്ല പരേഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തലവേദന വരും എന്ന് പറഞ്ഞു. അപ്പോ ഈ നമ്മുടെ മെഡിസിൻസിനകത്ത് പല മെഡിസിൻസും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സൈക്കോളജിക്കലി ആണെങ്കിൽ നമുക്ക് ഓരോ സിസ്റ്റത്തിന്റെ ഓരോ ഡിസീസിനും ദാറ്റ്സ് ഹാവിങ് എ മൈൻഡ് സെറ്റ്. ഓരോ രോഗത്തിനും ഒരു മനഃശാസ്ത്രമുണ്ട്. അതായത് ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പൊ നമുക്ക് അൾസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആൻഷിയേറ്റീവ് ഔട്ട്പുട്ട് ഡിസീസ്. അതുപോലെ മൈഗ്രെയിൻ ഇറ്റ്സ് ഓൾസോ എൻ ആൻഷിയേറ്റീവ് ഔട്ട്പുട്ട് ഡിസീസ്. അതുപോലെ ജോയിന്റ് പെയിൻ, ഇപ്പൊ ജോയിന്റ് പെയിൻ എന്ന് വെച്ചാൽ ക്രൈ ഓഫ് എ മൈൻഡ്, മനസ്സിന്റെ കരച്ചിലാണ് ജോയിന്റ് പെയിൻ ആയിട്ട് സാധാരണ വരാറുള്ളൂ. ഫോർ വിമൻ ആൻഡ് ഓൾ ദാറ്റ് the person will be having some suppressions and all. അപ്പൊ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ കഴുത്തിന് വേദന അല്ലെങ്കിൽ നമുക്ക് സെർവൈക്കൽ സ്പോണ്ടലോസിന്റെ സിംറ്റംസ് ആണ് പേഷ്യന്റ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് പേഷ്യന്റ് ഈസ് ഹാവിങ് എൻ ഓവർലോഡ്. അതിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തോട്ട് ലോഡ് ആകുമ്പോഴാണ് ഇറ്റ് വിൽ ബി പ്രസന്റിങ് ആസ് ഇൻ ദ ഫോം ഓഫ് സെർവൈക്കൽ സ്പോണ്ടലോസിസ്. അപ്പോ ഇതുപോലെ ഓരോ ഡിസീസും ദാറ്റ്സ് ഹാവിങ് എ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്ന മരുന്നിനും അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പിന്നെ അടുത്തൊരു സിംറ്റം ഈ കുട്ടിയുടെ അതിനകത്ത് കിട്ടിയെന്ന് പറഞ്ഞാല് പിന്നെ ബാത്റൂമിനകത്ത് എപ്പോഴും കയറിയിരിക്കും. നമ്മൾ ഈ ബാത്റൂമിനകത്ത് എപ്പോഴും കയറിയിരിക്കും, ഒത്തിരി നേരം എടുക്കും എന്ന് പറയുമ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂഷ്വലി വാട്ട് ദ കൗൺസിലേഴ്സ് ആസ്ക് ഈസ് ദാറ്റ് വെദർ ദേ ഹാഡ് ടേക്കിംഗ് ദ മൊബൈൽ വിത്ത് ദം. നോ, ദേ ആർ നോട്ട് ടേക്കിംഗ് ദ മൊബൈൽ. ഓക്കെ ഫൈൻ, മൊബൈൽ എടുക്കുന്നില്ല, ദെൻ വൈ ദേ സ്പെൻഡിങ് ദിസ് ടൈം ഇൻ ദ ടോയ്ലറ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചിരിക്കും, ഓക്കെ മോളെ എന്ത് പറ്റി, എന്തിനാ ഈ ടോയ്ലറ്റിനകത്ത് കയറിയിരിക്കുന്നത്? കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ is masturbation tendency and all that is being seen in the small kids from up to 5th standard. 4ാമത്തെ ക്ലാസ് വരെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന കുട്ടികളെ കിട്ടാറുണ്ട് ഇപ്പോൾ. അപ്പൊ ഐ ആസ്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ദെയർ, എന്തുകൊണ്ട് ഇങ്ങനെ താമസിക്കും? ഇപ്പൊ കുട്ടി പഞ്ചമേടെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, ഭയങ്കര പാടാണ്, എനിക്ക് എപ്പോഴും പോയി കുറേ നേരം ഇരുന്നാലേ പോകാൻ പറ്റുള്ളൂ. ഇത് രണ്ട് ഫിസിക്കൽ സിംറ്റം മാത്രമേ എനിക്ക് ആ കുട്ടിയുടെ ഫിസിക്കൽ സിംറ്റത്തിൽ നിന്ന് എനിക്ക് അത് രണ്ടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തലവേദന പറയുന്നുണ്ട്, വെയിലത്ത് പോയ തലവേദന എടുക്കും എന്ന് പറയുന്നുണ്ട്. ദിസ് വാസ് എ സിംറ്റം. ഇത്രയാണ്. അപ്പം ഇതിനകത്ത് ഈ കേസ് വെച്ചിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും, ഭയങ്കര രഹസ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഈ 7ാം ക്ലാസ്സിലോ 8ിലോ കൂടെ 7ലായിട്ടുള്ളതെന്ന് എന്റെ ഓർമ്മ, 7th-ലായ കുട്ടി തന്നെ ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്ത് ശരിക്കും പിന്നെ വിഴിഞ്ഞം എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാൻ പറ്റും. വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് ഷീ ഡസന്റ് ഹാവ് എനി എന്താ പറയുക സെക്ഷൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ആരുമായിട്ട് എന്താ പറയുന്ന പിന്നെ ഈ സെക്ഷൽ പെർവേഷൻസ് അങ്ങനൊന്നും ഉള്ള കുട്ടിയല്ല. ബട്ട് ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് അങ്ങനെയും ഇല്ല. പക്ഷേ ഭയങ്കര സീക്രട്ടീവ് ആണ്. ഭയങ്കര സീക്രട്ടീവ് എന്ന് വെച്ചാൽ ഈ അമ്മൂമ്മ 24 hours ഈ കൊച്ചിന്റെ ബാഗ് നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു, എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പൊ ലൈൻ കേസുകാരുടെ കൂടെ പോയിട്ട് ഇവള് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഷിൽ ബി സിറ്റിംഗ് ദർ ആൻഡ് വാച്ചിങ് എനിബഡി ഈസ് കമ്മിങ്, എനി സംതിങ് ഈസ് ഹാപ്പനിങ് ദർ, അതെല്ലാം ശ്രദ്ധിക്കുകയാണ്. പിന്നെ ഈ കൂട്ടുകാർക്കും കള്ളത്തരങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഈ കുട്ടിയാണ്. പക്ഷെ ഭയങ്കര സീക്രട്ടീവാണ്. അപ്പം ഈ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ ഇവള് പ്ലാനിങ് തുടങ്ങും. പ്ലാനിങ് തുടങ്ങിയിട്ട് അമ്മൂമ്മയെ സോപ്പിട്ട് അമ്മൂമ്മ എങ്ങനെങ്കിലും ഇവളോടുള്ള ശ്രദ്ധയെ തിരിക്കും, വിടിയിപ്പിക്കും. വിട്ടിട്ട് ഇവള് ഭയങ്കരമായിട്ട് പഠിക്കുന്ന പോലെ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് അപ്പൊ അമ്മൂമ്മ എന്തായിരിക്കും, കുട്ടി ഭയങ്കര നല്ലതായി, ഭയങ്കര നല്ലതായിട്ട് മാറി, ഷി ചേഞ്ച് ലോട്ട് എന്ന് വിചാരിച്ച അമ്മൂമ്മ പെട്ടെന്ന് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിടും.
വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പതുക്കെ പരിപാടി തുടങ്ങും. എന്താണ്? അവർക്ക് കൊണ്ടുപോകാനുള്ള പിള്ളേർക്കുള്ള നെല്ലിക്ക, അവർക്ക് അവിടെ പോയിരുന്ന് കഴിക്കാനുള്ള സ്വീറ്റ്സ്, ഇതെല്ലാം ഇവള് നേരത്തെ കരുതും. ഇവളുടെ ഡ്രസ്സ് 3 ദിവസത്തിന് മുമ്പേ അമ്മൂമ്മ കാണാതെ ബാഗിനകത്ത് എടുത്ത് എവിടെങ്കിലും കൊണ്ടുവയ്ക്കും. സ്കൂളിൽ എവിടെങ്കിലും കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചിട്ട് സ്കൂളിൽ നിന്ന് പിടിക്കാതെ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടപ്പോ കൊണ്ടുപോകാൻ വേണ്ട പ്ലാനിങ് വരെ ചെയ്യും. അത്രയ്ക്ക് അവള് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്ന മെഡിസിൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ദാറ്റ്സ് എ പോയിന്റ്. ദാറ്റ്സ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മെഡിസിൻ. പക്ഷേ ഞാൻ ഈ ഒരു കേസ് വന്നതോടുകൂടി ഞാൻ കുറെ മെഡിസിനിലോട്ട് എൻ്റെ മൈൻഡ് പോയി, യൂഷ്വൽ മെഡിസിൻസിൽ. പക്ഷേ ആ മെഡിസിൻസിനെ എല്ലാം തള്ളി നീക്കിക്കൊണ്ട് നമ്മുടെ സാമുവൽ ഹനുമാൻ തന്നെ ഇത്രയും സിംറ്റംസ് കവർ ചെയ്തുകൊണ്ട് പുതിയ തലമുറയുടെ ഒരു കൊച്ചിന് മരുന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഈസ് എ മെഡിസിൻ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുമാതിരിപ്പെട്ട മെഡിസിൻസ് എല്ലാം നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊക്കെ ഇപ്പൊ എന്റെ തലയിലോട്ട് കുറേ മെഡിസിൻസ് ഇനി കയറി വന്നു. ബിക്കോസ് ഫസ്റ്റ് എനിക്ക് തോന്നി ഈ കൊച്ചിന് ആൻഡ്രമൂറാന്ന്. കാരണം വെച്ചാൽ ഭയങ്കര എന്താ പറയുന്ന, ഐ തോട്ട് ഷി മേഡ് എ വോൾ അപ്പുറത്തൊരു വോൾ ഉണ്ടാക്കി ആ മതിൽ കെട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ബിക്കോസ് നാട്രമൂർ ഇസ് ഹാവിംഗ് ദാറ്റ് സിംറ്റം. ബിക്കോസ് നാട്രമൂറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്രമൂർ they'll make a wall. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് അവർ ഒരു പ്രത്യേക പോയിന്റ് എത്തിക്കഴിഞ്ഞ് they will disconnect all relationship, they make a wall and leave inside it. പക്ഷേ നാട്രമൂർ അല്ല എന്ന് തോന്നാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാട്രമൂറിന് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഹോൾഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ ഫേംലി ഹോൾഡ് ചെയ്യും. മനസ്സിലായി? ഇവിടെ ഇത് ഫേംലി ഹോൾഡ് ചെയ്യുന്നില്ല. ഷീസ് ബീങ് ഡിസ്കണക്ട് ടു എവറി പേഴ്സൺ. ആ സ്വന്തം അനിയനോട് പോലും ഇല്ല, ആരടുത്തും ഇല്ല. ഷീസ് ബീങ് ഡിസ്കണക്ട്. ഐ ആസ് എ ഗേൾ വൈ ഷീസ് സ്റ്റീലിംഗ് ദിസ്. ആൻഡ് ഇത് സ്റ്റീൽ ചെയ്തിട്ട് കിട്ടുന്ന മണി കൊണ്ട് യു ആർ നോട്ട് സ്പെൻഡിങ് എനിത്തിങ് ഫോർ യുവർ സെൽഫ് ആൻഡ് വൈ യു ബൈങ് ഇറ്റ് ഫോർ അതേഴ്സ്. അപ്പോഴാണ് കേസിന്റെ ചുരുളഴിയുന്നത്. അതായത് ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ, മേഡം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മൂമ്മ പൊളിറ്റീഷ്യനാണ്, അമ്മൂമ്മയ്ക്ക് ഭയങ്കര പേരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു അനാഥയെ പോലെ ജീവിക്കുന്നത്. എനിക്ക് അച്ഛനില്ല, എൻ്റെ അമ്മയെ വേറെ കെട്ടിച്ച് അമ്മ പോയി വേറെ ജീവിക്കുന്നു. ഞാൻ ഇവിടെ ജീവിക്കുന്നു. അപ്പൊ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മയാണെങ്കിൽ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മാഡം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഷീ ബിക്കേം എ ഗുഡ് ഫ്രണ്ട്ലി വിത്ത് മീ. എൻ്റെ അടുത്ത് ഞാനുമായിട്ട് നല്ല റാപ്പോ ആയി. ഷി സ്റ്റാർട്ടഡ് ഓപ്പണിംഗ് ദി കേസ്. ആ കേസ് പതുക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി ആ കുട്ടി. അപ്പൊ ആ കൊച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ സാഹചര്യം, അതിനകത്ത് ഏറ്റവും നമുക്ക് സങ്കടകരമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അപ്പൂപ്പൻ ഈ കൊച്ചിനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് വരെ ലോകത്ത് ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും സങ്കടം. അപ്പൂപ്പൻ ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് ആരോടും പറഞ്ഞിട്ടില്ല. അത് ഇത്രയും സീക്രട്ടീവായിട്ട് ഇങ്ങനെ വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവൾ എന്തിനാ ആ പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാല്, ഇവള് ഞാൻ ചോദിച്ചു, മോൾ എന്തിനാ ഈ പൈസ എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിടുന്നത്? എന്തിനാ? കിടന്ന് തപ്പട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ആ കുട്ടി പറഞ്ഞു എൻ്റെ അടുത്ത്. അവര് കിടന്ന് തപ്പുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോൾ എന്താ മോളുടെ അമ്മയോട് പറയാൻ എന്താ? അപ്പൊ അമ്മയെ ഞാൻ കണ്ടു. അമ്മയെന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു അപ്പാവി എന്ന് പറഞ്ഞാലും പോയി. ഈ അമ്മൂമ്മ തള്ളയുടെ ഓവർ കമാൻഡിങ്, എന്താ പറയുന്ന, ഓവർ ഹെഡ് സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് അമ്മൂമ്മ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മകൾ ഒരു പാവം പിടിച്ച കൊച്ച്. സോ ഐ ടോക്ക് ടു ദ മദർ. അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടീനെ കളഞ്ഞിട്ട് നിങ്ങൾ വേറെ ഫാമിലിയിലൊക്കെ പോയി, ഫൈൻ, യു ഹാവ് ടു, നിങ്ങൾക്ക് ഫ്യൂച്ചർ നോക്കണം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. പക്ഷേ ഈ രണ്ട് പിള്ളേരുടെ ഭാവി പോയിക്കൊണ്ടിരിക്കുകയും ഈ ഇത്രയും വളർന്നു വന്ന കുട്ടിക്ക് തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് ആ കുട്ടി പറഞ്ഞു, മാഡം ഒരിക്കലും എൻ്റെ അമ്മയടുത്ത് പറയരുത്, അപ്പൂപ്പൻ ഇങ്ങനെ ചെയ്തു എന്ന് അമ്മയടുത്ത് ഒരിക്കലും പറയണ്ട, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. സോ ഐ ആസ്ക്ഡ് വെദർ യു ആർ ഹാപ്പി ദേ. ഞാൻ ചോദിച്ചു, നിങ്ങളെ ഇപ്പൊ കല്യാണം കഴിച്ച ആളുമായിട്ട് ഹാപ്പി ആണോ? അപ്പോഴാണ് ആ കുട്ടിയുണ്ട്, ഡോക്ടറെ ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെ ജീവിതവും കളഞ്ഞ് അവിടെ പോയി നിൽക്കുന്നത്? അപ്പൊ അവരോട് പറയാം, അത് ഡോക്ടർ, അയാൾ ഭയങ്കര സാധനമാണ്, അയാൾക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രം എന്നെ വന്ന് കിട്ടി, എന്റെ ഗോൾഡ് മൊത്തം എടുത്തോണ്ട് പോയി അയാൾക്ക് എപ്പോഴും. പിന്നെ കുറെ വസ്തു ഉണ്ടായിരുന്നു, വസ്തു മൊത്തം അയാളുടെ പേർക്ക് എഴുതി, ഇപ്പൊ അത് മൊത്തം വിറ്റ് കൊടുക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ കുട്ടികൾക്കുള്ള പ്രോപ്പർട്ടിയും കൂടെ കൊണ്ട് വേറൊരാൾക്ക് പ്ലഡ്ജ് ചെയ്യുക. ആൻഡ് വാട്ട് ദ മാൻ ഈസ് സെയിങ് ഇസ് ഈ കുട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, കുട്ടികളുടെ കൂടെ എന്നുള്ള ഒരു ഫോട്ടോ പോലും എടുക്കാൻ അയാൾ സമ്മതിക്കത്തില്ല. അയാൾ സിറ്റിയിൽ അവിടെ താമസിക്കുകയാണ്. പക്ഷെ ഇവര് ശരിക്കും പറഞ്ഞ ഒരു എന്തോ പറയുന്ന അവരങ്ങ് ഡീമോറലൈസ്, അവർക്കൊന്നും ചെയ്യാം. മന്ദബുദ്ധിയെ കണക്കാണ് അമ്മ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഐ ആസ്ക്ഡ്, വൈ ഷുഡ് യു സ്റ്റേ ദേർ? ആ ജീവിതത്തിലോ ഇല്ല, ഈ കുട്ടികളുടെ ജീവിതം കൂടെ നിങ്ങൾ തൊലയ്ക്കുന്നത് എന്തിനാ? നിങ്ങൾ ഇവിടെ വന്ന് വല്ല ജോലിക്കും പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന്. അപ്പൊ ആ കുട്ടി പെട്ടെന്ന് അമ്മ പറയുന്നത് സ്റ്റാറ്റസിന് മോശമാണ്, അമ്മ പറയുന്നത് ഒന്നേ പോയി
അപ്പൊ തന്നെ അമ്മ നാണം കെട്ടു, ഇനി അമ്മയ്ക്ക് ഒരിക്കലും നാണക്കേട് സഹിക്കാൻ പറ്റില്ല, അവിടെ എന്താണേലും അവിടെ ജീവിച്ചു. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ പേരൻസ് ഉണ്ട്. കാരണം സൊസൈറ്റി ഈസ് നത്തിങ് ടു ഡു വിത്ത് അസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ. കുട്ടികളുടെ ജീവിതവും നമ്മുടെ ഈ ഫാമിലിയും നമ്മുടെ ജീവിതവും എല്ലാം പ്ലെഡ്ജ് ചെയ്തിട്ട് നാട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കാൻ എന്തിനാണ് ഈ ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ നാട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കാൻ ജീവിക്കാൻ അമ്മൂമ്മ പറഞ്ഞു. അമ്മൂമ്മക്ക് ഈ കൊച്ചിന് കണ്ണ് കീറിയ കണ്ടുകൂടാ. കൊച്ചു പറഞ്ഞ അമ്മൂമ്മയെ കൊണ്ട് ഒരു നിവൃത്തിയില്ല മാഡം, ഒരു നിവൃത്തിയില്ല, 24 മണിക്കൂർ എന്റെ പുറകെ നടക്കും, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും, എല്ലാവരുടെ എന്നെ പറ്റി ബ്ലെയിം ചെയ്യും, എനിക്ക് അവരെ ഇഷ്ടമേ അല്ല എന്നാ ഈ കുട്ടി പറയുന്നത്. അമ്മൂമ്മ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, ഇനിയിപ്പോ അവരെ ഡിപ്പെൻഡ് ചെയ്ത വല്ല കാര്യമുണ്ടോ? നടക്കത്തില്ല. ഞാൻ ചോദിച്ചു, മോളെ മോഷണം നിർത്താൻ എന്ത് ചെയ്യും? അമ്മ എന്റെ വീട്ടിൽ തിരിച്ചു വന്നാൽ, അമ്മ അയാളുമായിട്ടുള്ള ജീവിതം നിർത്തി തിരിച്ച് വീട്ടിൽ വന്ന് നിന്നാൽ ഞാൻ ഈ പരിപാടി എല്ലാം നിർത്താം എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഏതൊക്കെ മെഡിസിൻ, ഞാൻ പറഞ്ഞില്ലേ നാട്രമൂർ ആണോ എന്നൊരു പോയിന്റിൽ എനിക്കൊരു പോയിന്റ്, പക്ഷെ നാട്രമൂർ അല്ല. പിന്നെ ബാക്കിയുള്ള മെഡിസിൻസ് ഏതൊക്കെ നമുക്ക് ഇതിനകത്ത് ആലോചിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ എന്റെ മൈൻഡിലോട്ട് നെക്സ്റ്റ് വന്ന മെഡിസിൻ എന്ന് പറയുന്നത് തൂജയാണ്. ബിക്കോസ് വൈ തൂജ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. കാരണം നാട്രമൂർ കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മൈൻഡിലോട്ട് പല മെഡിസിൻസും പോയി, ഈ കൊച്ചു പറഞ്ഞ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് പോയി. പക്ഷെ പക്കാ മാച്ചിങ് എന്ന് പറയുന്നത് തൂജയാണ്. കാരണം എന്ന് വെച്ചാൽ സച്ച് എ സീക്രട്ടീവ് പേഷ്യന്റ് പേഴ്സൺ ഈസ് തൂജ. തൂജ പേഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര സീക്രട്ടീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവര് ഇപ്പം ഇഫ് ദേ വോണ്ട് ടു, ഇപ്പൊ അവർക്ക് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യണമെങ്കിൽ 1 year ബാക്ക് ദേ വിൽ സ്റ്റാർട്ട് ദ പ്ലാൻ. അവരെ പ്ലാൻ നേരത്തെ പ്ലാനിങ് തുടങ്ങും. ഹൗ ടു ഓപ്പറേറ്റ്, ഹൗ ടു ഡു ദാറ്റ്, ഹൗ ടു ഡു ദിസ്, ദേ വിൽ സ്റ്റാർട്ട് ദ പ്ലാനിങ്. അതാണ് തൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെരി സീക്രട്ടീവ് പേഴ്സൺ, നമ്പർ 1. നമ്പർ 2 എന്താണ്? അവരൊരു കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കും. ആ കമ്പാർട്ട്മെന്റ് അകത്തോട്ട് ആരെയും കയറ്റത്തില്ല. നാട്രമൂർ ഈ സ്റ്റേജിൽ എത്തുന്ന ഒരു മെഡിസിൻ ആണ്. കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന ആളാണ് നാട്രമൂർ. പക്ഷെ നാട്രമൂറിന്റെ പ്രത്യേകത എന്താണ്? ആരെങ്കിലുമായിട്ടൊക്കെ ഉള്ള ആൾക്കാരെ ഹോൾഡ് ചെയ്തുകൊണ്ട് മതിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് മതിലിനകത്ത് ആരെയും കയറ്റാത്ത ഒരു മെഡിസിൻ ആണ് തൂജ. ആരെയും കയറ്റത്തില്ല. They will kick all person out. They will make a wall and leave in. They will make a wall and leave inside. Third, selfishness. Selfishness to an extreme degree ഉള്ള ഒരു മെഡിസിൻ ആണ് തൂജ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാനിപ്പുലേറ്റീവ് ടെൻഡൻസി. മാനിപ്പുലേറ്റീവ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ അതിനെ എല്ലാം തൂത്തുമായിച്ച് കളയാനുള്ള കഴിവ് തൂജ പേഴ്സൺസിന് കാണും. യൂഷ്വലി ഈ തൂജ പേഴ്സൺസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മള് ശരിക്കും പറഞ്ഞ നമ്മൾ ഡോക്ടറിന്റെ സിഗ്നേച്ചർ നോക്കുമ്പോൾ നമുക്ക് കാണാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആ പ്ലാന്റിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി നമ്മുടെ ആ രോഗത്തിൽ വരുന്ന ആൾക്കാരുമായിട്ട് മാച്ച് ആയിരിക്കും. അപ്പൊ ഈ തൂജാട് ഞാൻ എപ്പോഴും എല്ലാ മെഡിസിനും നമ്മൾ പ്രത്യേകിച്ച് കോൺഷ്യൽ മെഡിസിൻ എടുക്കുമ്പോൾ ഐ ഗോ ടു ദി ഡോക്ടർ സിഗ്നേച്ചർ. എനിക്ക് നോക്കാൻ ഒരു ടെൻഡൻസി തോന്നാറുണ്ട്. അപ്പോ ഈ ഡോക്ടർ സിഗ്നേച്ചറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ തൂജാടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തൂജാടെ സീഡ് തന്നെ ഒരു ഓവോയിഡ് ഷേപ്പ് ആയിട്ടുള്ള സീഡാണ് തൂജാടെ സീഡ്സ് എന്ന് പറയുന്നത്. മരം വളരെ വലിയ മരവും ഈ ക്രിസ്മസ് മരം പോലെ വലിയ പൊക്കത്തിൽ വളരുന്ന ഒരു മരവും, പക്ഷെ അതിന്റെ സീഡുകൾ എന്ന് പറയുന്ന ഓവോയിഡ് ഷേപ്പിലുള്ളതാണ്. അപ്പോ ഈ ഓവോയിഡ് ഷേപ്പിലുള്ള മെഡിസിൻസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ആക്ട് ഓൺ ദ മോർ ഓർഗൻസ് ആർ ഓവോയിഡ് ഇൻ ഷേപ്പ് ആണ്. എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഓവറീസ്. ഈ തൂജ ഇപ്പൊ നമ്മൾ ഈ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്തില്ലെങ്കിൽ തൂജ എവിടെയൊക്കെ ആക്ട് ചെയ്യുന്ന നമുക്കൊന്നും അറിയണമല്ലോ. ഓവറീസ്, ടെസ്റ്റിസ്, ഇങ്ങനത്തെ ഓർഗൻസിലോട്ട് ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ ഉള്ള ഒരു മെഡിസിൻ ആണ് ഈ തൂജ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഈ കുട്ടിയുടെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെഡേക്ക്, ഭയങ്കര ഹെഡേക്ക് എപ്പോഴാണ് ഹെഡേക്ക് വരുന്നത്? നമ്മളെപ്പോഴും സൺ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഹെഡേക്കിന്റെ നേരത്തെ ഒരു ക്ലാസ് അങ്ങോട്ട് എടുത്തെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ സൺ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലോട്ട് പെട്ടെന്ന് കയറി വരുന്നെന്ന് പറയുമ്പോൾ ഇതൊക്കെ നാട്രമൂർ വരും, സാങ്കുനേറിയ വരും, കാലിബൈക്ക് വരും, ഗ്ലോണോയിൻ വരും. ഫസ്റ്റ് വരുന്ന ഗ്ലോണോയിൻ ആയിരിക്കും. ഗ്ലോണോയിൻ വരും, ലാക്സസ് വരും, ജെൽസീമിയം വരും. ഇതെല്ലാം നമ്മൾ വരും. പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്തു പോകുന്ന ഒരു മെഡിസിനാണ് തൂജ. എങ്ങനെ? സൂര്യപ്രകാശത്തിലേക്ക് പോകുമ്പോൾ, വെയിലത്തോട്ട് പോകുമ്പോൾ, സ്ട്രെയിൻ ചെയ്യുമ്പോൾ, പ്രഷർ, ഹൈപ്പർ ടെൻഷന്റെ ഏറ്റവും ഗുഡ് മെഡിസിൻ ആണ് തൂജ. അത് ഞാൻ ഈയിടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പേഷ്യന്റ് ഞാൻ പറയാം 2 ദിവസം മുമ്പ് നമ്മുടെ അവിടെ ഒരു പേഷ്യന്റ് വന്നു. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിന് അടുത്തൊരു പോളിടെക്നിക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ പോളിടെക്നിക്കിൽ ഒരു സാറാണ്. അപ്പൊ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ ഡോക്ടർ എന്നെ കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നു. ഈ കണ്ണിൽ ബ്ലാങ്ക്നെസ് ഓഫ് സൈറ്റ്, ബ്ലാങ്ക്നെസ് ഓഫ് തോട്ട്, ബ്ലാങ്ക്നെസ് ഓഫ് എവറിത്തിങ്.
തൂജ ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. തൂജ ഭയങ്കര കറക്റ്റ് ഇൻഡിക്കേറ്റഡ് ആണ്. പെട്ടെന്ന് എല്ലാം റിലേ അടിച്ചു പോയി. അതുപോലെ ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ഈ ബ്ലാങ്ക്നെസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തൂജ കത്തിയത്. അപ്പൊ അയാൾ ഇങ്ങനെ പെട്ടെന്ന് പറയാം, ഡോക്ടറെ എനിക്കിങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു ഇരുട്ട് പോലെ പെട്ടെന്ന് എനിക്ക് എന്തോ ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഈ ബി പി നോക്കാൻ നോക്കിയപ്പോ 290 140. എന്റെ അമ്മ ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ? ബി പി ടെൽമി എന്ന് പറഞ്ഞു മെഡിസിൻ കഴിക്കുന്നുണ്ട് ഡോക്ടറെ. പക്ഷെ എന്താന്ന് അറിയത്തേക്ക് ബി പി ഇപ്പൊ തലയ്ക്ക് ഒരുമാതിരി എന്നൊക്കെ പറയും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോ ജെൽസീമിയം 1 കൊടുത്തിട്ട് ഈ തൂജ ഒരു മെഡിസിൻ തൂജ 200 ഒരു ഡോസ് കൊടുത്തു. പക്ഷെ ഞാനും പേടിച്ചിട്ടാ കൊടുത്തു. നടക്കുവോ അടപ്പുവേനയുണ്ടോ എന്തൊരു പാടമുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്യും, കാലിഫോസ് 6x ഒരു ടാബ്ലറ്റ് കൊടുത്തു. കാലിഫോസും ഹൈപ്പർ ടെൻഷനും സൂപ്പർ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ് കാലിഫോസ്. ബിക്കോസ് ന്യൂറോണൽ നമ്മുടെ ഹോമിയോ മെഡിസിൻസിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ കാലുകൊണ്ട് ഞാൻ പറയാം, ഹോമിയോ മെഡിസിൻ ആക്സ് ഓൺ ദ നെർവ്സ് മോർ കറക്റ്റ്ലി. ബിക്കോസ് നമ്മുടെ റിലേ സെന്റർ തലച്ചോറിലല്ലേ. ഇപ്പൊ നമ്മൾ GAT ഉണ്ട്, നമ്മുടെ GATക്കകത്ത് വയറിനകത്ത് ഗ്യാസിക് ജ്യൂസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അൾസർ വരുന്നുണ്ട്. മാഡം ടൈം ആകുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ടൈം ആയോ? 10:15 നിർത്താമേ. 10:15 10:20 ആകുമ്പോൾ നിർത്താം. കേൾക്കുന്നില്ലേ? ചർച്ച വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ സമയമുള്ളൂ. ഓക്കെ, അപ്പൊ മാഡം ടൈം ആകുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ കണക്ക് ഈ തലവേദനയുടെ ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷന്റെ കേസിനകത്ത് ഞാൻ ആ കേസ് 6 മെഡിസിൻ കൊടുത്തു വിട്ടു. അപ്പൊ മെഡിസിൻ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ചോദിക്കുക, ഡോക്ടറെ ഹോമിയോ കൊണ്ട് പറ്റുമോ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. എനിക്ക് സത്യം പറയാൻ ദേഷ്യം വന്നു. എനിക്ക് ഹോമിയോ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഡോണ്ട് വറി പറ്റും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇങ്ങനെ മെഡിസിൻ കൊടുത്തു വിട്ടിട്ട് പിന്നെ ഇങ്ങർക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്കാനൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഇങ്ങനെ വന്നു. ഞാൻ വിചാരിച്ചു ഭഗവാൻ ഇങ്ങനെ രാവിലെ തന്നെ വന്നല്ലോ എന്ന് വിചാരിച്ചു നോക്കും. അപ്പൊ അന്ന് തലേ ദിവസം 2 മണിക്കാണ് നമ്മുടെ മെഡിസിൻ മേടിച്ചോണ്ട് പോയിരിക്കുന്നത്. പിറ്റേ ദിവസം അയാൾ ബിപിയുടെ റെക്കോർഡ് കൊണ്ടുവന്നിരിക്കുന്നത് 160-180 ഉള്ളൂ. ഇത്രയും പവർഫുൾ ആണ് ഹോമിയോ മെഡിസിൻ. പക്ഷെ ഈ പറഞ്ഞ കണക്കില്ലേ, നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സ്വയം മാർക്കറ്റിംഗ് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. നമുക്ക് കിട്ടുന്ന സാമ്പത്തിക സപ്പോർട്ട് ഇല്ല, നിയമപരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പൊ അലോപ്പതിക്കകത്ത് മസ്തിഷ്ക ജ്വരത്തിന് പനിയാക്കാനും മസ്തിഷ്ക ജ്വരം ആക്കിയാലും കുഴപ്പമില്ല, DMO കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കും, എല്ലാം ഓക്കെ ഒന്നും അവർക്ക് പ്രശ്നമില്ല. നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ കറക്റ്റിന് ചികിത്സിച്ച സാധനം വെളിയിൽ പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, വെളിയിൽ പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഹോമിയോപ്പതിയുടെ ഒരു വിഷയം. അല്ലാതെ ഹോമിയോപ്പതിയിൽ ഡയറക്റ്റ് എനിക്ക് തോന്നുന്നത് ഇത്രയും സത്യമുള്ളൊരു ശാസ്ത്രം ആയതുകൊണ്ട് കാലം തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ഹോമിയോപ്പതി ശാസ്ത്രത്തിന് ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഈ സിസ്റ്റത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം വരും. അപ്പോ ഈ പറഞ്ഞ ഈ ഹൈപ്പർ ടെൻഷനോട് ചാടി അങ്ങ് പോയി. അപ്പം ഈ തൂജയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? തൂജയുടെ അതാ ഞാൻ പറയാൻ വന്നേ, ഹൈപ്പർ ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ, ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്യാൻ സൂപ്പർ ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ് തൂജ. ബിക്കോസ് എന്താ, സൈക്കോട്ടിക് ആയിരിക്കും, എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഇപ്പം നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പം വയറിന് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യം വന്നാലും നമ്മൾ യൂഷ്വലി സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് മൈൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ഗ്യാസ്ട്രിക് സിംറ്റംസ് അധികവും വരുന്നത്. അപ്പോ ഈ പറഞ്ഞ കൊച്ചിന്റെ കേസിനകത്ത് കോൺസ്റ്റിപ്പേഷൻ, തൂജയുടെ നമ്പർ എന്താണ്, എന്തുകൊണ്ട് ആ കൊച്ചു ടോയ്ലറ്റിനകത്ത് ഒത്തിരി നേരം ഇരിക്കുന്ന, അമ്മൂമ്മ അങ്ങ് വഴക്ക് പറയും, ഇവളെന്തോ ഈ കക്കൂസിനകത്ത് കയറി ഇരിക്കുന്നത്, ഇറങ്ങത്തുമില്ല പോകത്തുമില്ല, 1 മണിക്കൂർ കയറിയിരിക്കും, ബാക്കിയുള്ളവരെ ആരെയും പോകാൻ സമ്മതിക്കത്തില്ല, ഡോക്ടറെ 2 ടോയ്ലറ്റേ ഉള്ളൂ, ഇവൾ ഇറങ്ങത്തില്ല. ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നത് എന്തോ, മേഡം പോണോന്ന് തോന്നുന്നു, പോയിരിക്കുന്നു. തൂജ എന്താണ്, സ്റ്റൂൾ റിസീഡ്സ്, പോയി ചെന്നിരിക്കുമ്പോ എന്താണ്, റിസീഡ്സ് ബാക്ക്, പോണോന്ന് തോന്നും, പക്ഷെ ചെല്ലുമ്പോ എന്താ, റിസീഡിങ് ബാക്ക്. അപ്പൊ എന്ത്, കളഞ്ഞിട്ട് പോരാൻ പറ്റുമോ, വീണ്ടും ട്രൈ ചെയ്യും, പോകാൻ പറ്റുമോ എന്ന്. ഇങ്ങനത്തെ രീതിയിൽ ഇത്രയും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് തൂജ. അപ്പം ഇതാണ് അടുത്ത ഒരു പ്രത്യേകത. അത് ഈ കുട്ടിയുടെ കേസിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഇതാണ്. പിന്നെ ഡിസ്കണക്റ്റഡ് ആയിരിക്കും തൂജ. അവരാരുമായിട്ടും ഒരു എന്താ പറയുക, ഡിസ്കണക്റ്റഡ് ആണ്. പിന്നെ ഹാർഡ്നെസ് ആണ്. അവർ പൊതുവെ ഇച്ചിരി കട്ടി പേഴ്സണാലിറ്റീസ്. അവർ പെട്ടെന്നൊന്നും അയഞ്ഞു വരത്തില്ല, അവർ വഴങ്ങത്തില്ല, അവർ അയഞ്ഞു വരത്തില്ല. ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് തൂജ. ഹാർഡ്നെസ്. വൈ? ബിക്കോസ് എന്തുകൊണ്ട് ഈ ഹാർഡ്നെസ്, അത് എല്ലാ ലെവലിലും അത് കാണാൻ പറ്റും. ഐദർ ഓൺ വാട്ട്സ്, ഐദർ ഓൺ ഫൈബ്രോയിഡിലൊക്കെ ടിപ്പിക്കൽ ഇൻഡിക്കേറ്റർ മെഡിസിൻ ആണ് തൂജ. ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം തൂജ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോ ഹാർഡ്നെസ്, അപ്പൊ ആ ഹാർഡ്നെസ് നോട്ട് ഓൺലി ഓൺ ദ ലെവൽ ഓഫ് സ്കിൻ. എന്നാൽ ലെവൽ ഓഫ് സ്കിന്നിൽ എന്താ സംഭവിക്കുന്നത്, ഓരോ ലെയറിലും അകത്തോട്ട് കയറിപ്പോയിട്ടാണ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് ഹാർഡ്നെസ് ഇസ് ബീങ് റിഫ്ലക്റ്റഡ് ഓൺ ദ മെന്റൽ സ്ഫിയർ ഓൾസോ. അവർ ഭയങ്കര ഹാർഡ് പേഴ്സണാലിറ്റീസ് ആണ്, പെട്ടെന്നൊന്നും അവരെ മെരുക്കിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അവർ ഈ ഹാർഡ്നെസിന്റെ ഒരു പുറംചട്ട എടുത്തിടും. എന്തിനാണ്,
മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനും അവരൊരു പുറംചട്ട എടുത്തിടും ഹാർഡ്നെസ്സിന്റെ. ഫോർ വാട്ട് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്തിനാണ്? അവർക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ അവരെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദേ ആർ നോട്ട് ഓപ്പൺ പേഴ്സണാലിറ്റീസ്. അവരുടെ ഉള്ളിലോട്ട് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ തൂജയിൽ കണ്ടിട്ടുള്ളത്, സെക്ഷൽ സ്ഫിയറിലാണ് കണ്ടിട്ടുള്ളത്. ഞാൻ അതുപോലത്തെ ഒരു കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ഹാവ് എ കേസ് ഓഫ് പേഴ്സൺ. അത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു മെയിലായിരുന്നു. എന്താണ്, ഹിസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഇമ്മോറൽ കണക്ഷൻസ്. ഭയങ്കര ഒരുപാട് ഇമ്മോറൽ കണക്ഷൻസ് ഉണ്ട്. കുറെ പെണ്ണുങ്ങളോടെയൊക്കെ ഇമ്മോറൽ കണക്ഷൻ, ഹാവിങ് സെക്ഷൽ റിലേഷൻഷിപ്സ് ആൻഡ് ഓൾ ദാറ്റ് വിത്ത് സം പേഴ്സൺസ്. പക്ഷേ വൈഫ് കണ്ടുപിടിക്കും. പക്ഷെ വൈഫ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ വൈഫിനെയും കൊണ്ട് അമ്പലത്തിൽ പോകും. വൈഫിനെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് രണ്ടുപേരുടെ പോയി കുളിച്ച് തൊഴുത് ഭയങ്കര ഭക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പോകുന്നതിന് ജസ്റ്റ് മുമ്പ് ലൈനിന് മെസ്സേജ് അയക്കും, തിരിച്ച് വന്ന ഉടനെ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്. അയച്ചിട്ടായിരിക്കും അമ്പലത്തിൽ ഭാര്യയും കൊണ്ടുപോകുന്നത്. അത്രയ്ക്കും ഡിസീറ്റ്ഫുൾ പേഴ്സണാലിറ്റി, ചതിക്കുന്ന പേഴ്സണാലിറ്റീസ് ആണ് തൂജ. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഡിസീറ്റ്ഫുൾ. വൈ ഡിസീറ്റ്ഫുൾ? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ? ബിക്കോസ് ഇപ്പൊ നമ്മള് അത് പറയാൻ വന്ന നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ ചാടിച്ചരിഞ്ഞ് പോകും. അതായത് നമ്മൾ ഈ പ്ലാറ്റിന പേഴ്സണാലിറ്റീസിനെ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വൈ ദ പേഴ്സണാലിറ്റീസ് ആർ മോർ, എന്താണ്, ഭയങ്കര അഹങ്കാരം പിടിച്ച പേഴ്സണാലിറ്റീസ് പ്ലാറ്റിന എന്തുകൊണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് തൂജ. ദേ ആർ വെരി ഡിസീറ്റ്ഫുൾ പേഴ്സണാലിറ്റീസ്. ഭയങ്കരമായിട്ട് ചീറ്റിംഗ് പേഴ്സണാലിറ്റീസ് ആണ്. എന്തുകൊണ്ടാണ്? അവര് കുഞ്ഞിലെ അനുഭവിച്ചു വന്ന ട്രോമാസ് കൊണ്ടാണ്, പേരന്റിങ്ങിൽ കിട്ടിയിട്ടുള്ള ട്രോമാസ് കൊണ്ടാണ് ഈ പേഴ്സൺസ് ഇത്രയും ചീറ്റിംഗ് പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറുന്നത്. അതായത് ഇപ്പൊ കുഞ്ഞിലെ അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട സമയത്ത് അവർക്ക് പല സ്ഥലത്തും എന്താണ് പറയുന്നത്, നമ്മള് ഈ പേരന്റിങ്ങിൽ തന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് പേരന്റിങ്, അത് നമുക്ക് നമ്മുടെ ഈ സൈക്കോളജിക്കകത്ത് പറയാറുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ അതോറിറ്റേറ്റീവ് പേരന്റിങ് ഉണ്ട്, പാസീവ് പേരന്റിങ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പേരന്റിങ് ഉണ്ട്. അതിനകത്ത് നെഗ്ലക്റ്റിംഗ് പേരന്റിങ്, നെഗ്ലക്റ്റീവ് പേരന്റിങ് എന്ന് പറഞ്ഞൊരു പേരന്റിങ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് കുട്ടി എവിടെ പോയാലും, കുട്ടി തിന്നാലും കൊള്ളാം, കുട്ടി ചിരിച്ചാലും കൊള്ളാം, കുട്ടി പിന്നെ സ്കൂളിൽ പോയാലും കൊള്ളാം, സ്കൂളിൽ പോയില്ലേലും കൊള്ളാം, അതിനെല്ലാം ഒരേ ലെവലിൽ കാണുന്ന ഒരു പേരന്റിംഗ് ആണ് നെഗ്ലക്റ്റിംഗ് പേരന്റിംഗ്. അപ്പൊ നെഗ്ലക്റ്റിംഗ് പേരന്റിംഗിൽ വിധേയമാകുന്ന കുട്ടികളാണ് ഫ്യൂച്ചറിൽ എന്തായിട്ട് മാറും? ദേ വിൽ ബിക്കം തൂജാസ്. അതായത് ഭയങ്കര ഡിസീറ്റ്ഫുൾ പേഴ്സണാലിറ്റീസ് ആയിരിക്കും. എല്ലാം സീക്രട്ടീവായിട്ട്, മാനിപ്പുലേറ്റീവായിട്ട്. എന്താണ്, അവർ ഈ മാസ്ക് എടുത്തിടുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഹാർഡ്നെസിന്റെ മാസ്ക് ഇട്ടിരിക്കുക. എന്തിനാണ്? അവര് മറ്റുള്ളവരിൽ നിന്ന് രഹസ്യങ്ങൾ ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ദർ കീപ്പിംഗ് ദിസ് മാസ്ക് ആൻഡ് മേക്കിംഗ് സച്ച് എ ഡിസീറ്റ്ഫുൾ പേഴ്സണായിട്ട്, ക്ലോസ്ഡ് പേഴ്സണായിട്ട് മാറുന്നത് ജസ്റ്റ് ടു ഹൈഡ് വാട്ട് ഈസ് ഇൻസൈഡ് ദം. അവരുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടാതിരിക്കാൻ. ഇറ്റ്സ് എ ഡിഫൻസ് മെക്കാനിസം എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. 10:20 തോന്നുന്നല്ലേ? ഈ അവസാനം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഓക്കെ conclude ഓക്കെ ചെയ്യാം. ഓക്കെ വിൽ കൺക്ലൂഡ്. അപ്പോ ഈ കേസിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഞാൻ കൊടുത്തത്, മെഡിസിൻ കൊടുത്തത്, ഐ സെഡ് ഇറ്റ് വാസ് തൂജ. ഐ ഗേവ്. എനിക്ക് ഇത്രയും സിമിലിമം കിട്ടി. ഐ തോട്ട്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കേസാണ്. കാരണം ഐ ട്രൈഡ് ബിഹൈൻഡ് ദാറ്റ് കേസ്. SM-ഉം PL-ഉം PT-യും കൊടുത്തിട്ട് ഞാൻ ഒരു 20-25 ദിവസം പേഷ്യന്റ് നടത്തിച്ചു. At last I find it out. I am on the spot. I reached the medicine. I gave this Tuja Tenam. പക്ഷെ തൂജ ടെന്നം ഞാൻ കൊടുത്തു. തൂജ ടെന്നം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനകത്ത് വന്ന ഒരു പ്ലസ് ഫസ്റ്റ് സൈൻ വാട്ട് ഐ ഫെൽറ്റ് വാസ് ദാറ്റ് ഈ കൊച്ചു സ്കൂളിൽ പോകുമ്പം പോലും അനിയനെ ബസ്സിലോട്ടൊന്ന് എടുത്ത് കയറ്റുകയോ അനിയന്റെ കാര്യം ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോ ഒരു കാര്യമുണ്ട്, നമ്മൾ ഹോമിയോ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ദ മെയിൻറ്റെയിനിങ് കോസസ് ഷുഡ് ബി റിമൂവ് ഫസ്റ്റ്. അല്ലാതെ നമ്മൾ ഹോമിയോ മെഡിസിൻ ചെയ്യുമ്പോൾ എത്ര സിമിലിമം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആ വരുന്ന ആള് ആ ഏത് എൻവയോൺമെന്റിൽ നിന്ന് വന്നു, എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി. ഇപ്പൊ ഒരു പേഴ്സൺ, ഇപ്പൊ ഒരു മനുഷ്യൻ കള്ളനാവുന്നോ കൊലപാതകനാവുന്നോ അല്ലെങ്കിൽ വുമണൈസർ ആകുന്നുണ്ടെങ്കിൽ ദർ മേ ബി റൂട്ട് കോസ്. അതിലൊരു കോസ് കാണും. ആ കോസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ മെയിൻറ്റെയിൻ കോസിനെ എലിമിനേറ്റ് ചെയ്യാതെ ഏത് ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്താലും ഓൺ ടാക്സ്. സോ വാട്ട് ഐ ഡിഡ് ഫസ്റ്റ് വാസ് അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ അമ്മൂമ്മയ്ക്ക് പിടിച്ച് 2 ഡോസ് ഞാൻ കൊടുത്തു. അമ്മൂമ്മ ഭയങ്കര പൊളിറ്റീഷ്യൻ ആയിരുന്നു. ബട്ട് ഷീ സ്റ്റാർട്ടഡ് അറ്റ് ലാസ്റ്റ് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ മകളെ ജീവിതവും പോയി, ഇനി ആ പൊടി കൊച്ചുങ്ങളുടെ 2 പേരുടെയും ജീവിതവും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ഡോണ്ട് ബി എന്താണ് ബിവെയർ ഓഫ് ദ സൊസൈറ്റി, ജസ്റ്റ് ബിവെയർ ഓഫ് യുവർ കിഡ്സ്. ഡോണ്ട് ഗോ ബിഹൈൻഡ് ദാറ്റ്. സൊസൈറ്റി നമുക്ക് ഒന്നും തരത്തില്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് നിന്നാൽ നമ്മുടെ കൂടെ നിന്ന് എന്തെങ്കിലും പ്രൈസ് ചെയ്യാൻ ആൾക്കാർ കാണും. ആ പ്രൈസിങ് പോലും ഇറ്റ്സ് നോട്ട് ജെനുവിൻ. ലീവ് ഫോർ അവർസെൽസ്. ഡോണ്ട് ലുക്ക് ഇൻ ടു ദ സൊസൈറ്റി, ഡോണ്ട് ലുക്ക് ഇൻ ടു ദ ഒപ്പീനിയൻ ഓഫ് അതർ പീപ്പിൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അമ്മൂമ്മയെ നന്നായിട്ട് കൺവിൻസ് ചെയ്യിച്ചിട്ട് ഐ ബ്രിങ് ദ ഗേൾ ബാക്ക്. ലേഡിയെ പെങ്കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നു. പെങ്കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം
നെക്സ്റ്റ് വിത്ത് മെഡിസിൻ ഐ ഗേവ് സ്റ്റാർട്ടഡ് ദ മെഡിസിൻ തൂജ 10 ആണോ 50 എന്തോ ആണ് ഞാൻ 10 ആണെന്ന് എൻ്റെ ഓർമ്മ. ഐ ഗേവ് ദ മെഡിസിൻ തൂജ 10 ഒറ്റ ഡോസ് കൊടുത്തു. ആൻഡ് തൂജ 10 ആൻഡ് ഐ ഗേവ് കാലിഫോ 6x ഓൾസോ കൊടുത്തിട്ട് വിടില്ല. സാധാരണ ശരിക്കും മെഡിസിൻസ് അക്യൂട്ടിനൊക്കെ കൊടുക്കുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കേസിനകത്ത് ഞാൻ ഇപ്പോഴും സിംഗിൾ റെമഡിയെ കൊടുക്കത്തുള്ളൂ വിത്ത് ബയോകെമിക്സ് ഓൺലി ഫോർ ദ എന്താണ് സെല്ലുലാർ ടിഷ്യൂ നമുക്ക് ഡാമേജിനകത്ത് അത് വി നീഡ്സ് എ ബയോകെമിക്സ് ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് അതിൽ വന്ന ഒരു ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് കാണിക്കുകയാണ് ഈ തുടയുടെ അവിടെ ചെറിയൊരു വാട്സ് വന്നു. അപ്പോ നമ്മുടെ ഓർഗനോണകത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചില സിംറ്റംസ് വെച്ച് ഷോ സൈൻ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആർ ആക്ടിങ് എന്നുള്ളതിന്റെ ഒരു സിംറ്റം ആണ് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ. ഇന്റേണലിൽ നിന്ന് ആളിന്റെ പുറത്തോട്ട് ഒരു കുഞ്ഞു ചെറിയൊരു വാട്സ് പോലെ വന്നിട്ട് കൊച്ചിങ്ങനെ കാണിക്കും, മാഡം ആന്റി എന്റെ കാലിൽ ഇങ്ങനെ വാട്സ്. ഇതിനകത്ത് ഏറ്റവും വലിയ വന്നൊരു ചേഞ്ച് എന്ന് വെച്ചാൽ ഈ കൊച്ചു ഞാനുമായിട്ട് ഭയങ്കര കൂട്ടായി എന്നുള്ളതാണ്. അവളെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി, അവളെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അവളെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതിലും രസകരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അമ്മൂമ്മ എത്ര വർഷം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ച മോളി പൈസ, ഞാൻ പറഞ്ഞു മോളെ അച്ഛൻ അപ്പൂപ്പൻ എന്തായാലും ഹാപ്പൻ ഈസ് ഹാപ്പൻ, ജസ്റ്റ് ഫോർഗീവ് ഹിം, ലീവ് ഹിം, ഡോണ്ട് വാണ്ട് റിലേഷൻഷിപ്പ് ഇട്ടുകളാ. എന്നിട്ട് ഈ അമ്മ ഇപ്പോ അമ്മയും മകൾക്കൂടി ഇവർക്ക് തന്നെ ഈ അമ്മയ്ക്കും മകൾക്കും ഒക്കെ തന്നെ ഒരു ചെറിയൊരു വീട് അങ്ങോട്ട് വിടാൻ ഇപ്പുറത്തുണ്ട്. അവിടോട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി അമ്മയും മോളുമായിട്ടൊരു ജീവിതമായി. ഇളയ കുട്ടിയെ കൊണ്ട് അങ്ങ് പോയി. ഈ കൊച്ചു ഇവിടെ ജോലി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു. അപ്പോ ഇങ്ങനെ ഈ ഒരു ഇതിലോട്ട് വന്നപ്പോ തന്നെ എന്താണ് നമ്മൾ ആ സറൗണ്ടിങ് ആണ് നമ്മൾ ആദ്യം മാറ്റി കൊടുത്തത്. ഫസ്റ്റ് നമ്മൾ മാറ്റി കൊടുത്ത എന്താണ് സാഹചര്യം മാറ്റി കൊടുത്തു, പിന്നെ മെഡിസിൻ കൊടുത്തു. ഇങ്ങനെ സാഹചര്യവും മാറ്റി. ഇപ്പം ഒരാളിപ്പോ ഒരു ചെടി നമ്മൾ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിയോപ്പതി ആൻഡ് അലോപ്പതി ചോദിച്ചാൽ ഐ ക്യാൻ സേ ഇൻ വൺ വേർഡ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചെടി, ആ ചെടിയുടെ നമ്മൾ നോക്കുമ്പോൾ ചെടിയുടെ പഴം ചെടി ഫ്രൂട്ട് വന്നിരിക്കുന്നു, ആ ഫ്രൂട്ട് കേടാണ്. നമ്മൾ അപ്പൊ എന്ത് ചെയ്യും, കേടായ ഫ്രൂട്ടിനെ കണ്ടിച്ചു കളയും, ഈ പഴം കൊള്ളത്തില്ല. അപ്പൊ അടുത്ത പഴം വന്നപ്പോ കേടായിട്ടില്ല, പക്ഷെ മുരടിച്ചു പോയി, ചെറിയ പഴമാണ്. അത് നമ്മൾ വിചാരിക്കുകയാണ് ഓ ചെറിയ ആ പഴത്തിന്റെ പുറത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പഴത്തിനെ അങ്ങ്. ഇതാണ് അലോപ്പതി ചെയ്യുന്നത്. പക്ഷെ ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ചെടിയുടെ മൂട്ടിലാണ് നമ്മൾ വളം കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വളം എപ്പോഴും റൂട്ടിലോട്ടാണ് കൊടുക്കുന്നത്. റൂട്ടിലും വിത്തിലുമാണ് നമ്മൾ വളം കൊടുക്കുന്നത്. അപ്പം ആ ഉണ്ടാകുന്ന ചേഞ്ച്. സമയം ഓക്കെ, വിൽ വൈൻഡ് അപ്പ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒരു ഡിസ്കഷൻ, ചെറിയൊരു ഡിസ്കഷനും കൂടെ ആകാം. അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു കഥ ചേർന്ന് നല്ല കഥയായിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു അവതരണമായിരുന്നു, ഒരു കേസ് പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. എന്തായാലും പതിവ് പോലെ നിത്യ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, സ്വന്തം ആത്മകഥ ഇത് തന്നെ വിവരിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഏജിൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് ചില മാറ്റങ്ങൾ നമുക്ക് എല്ലാം വരും. നമ്മൾ ഇച്ചിരി ലൊക്കേഷൻ ആവും, നമ്മൾ ഇച്ചിരി അഡമന്റ് ആവും, കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ തന്നെ വിമർശിച്ച് കറക്റ്റ് ചെയ്ത് നോക്കുക. വളരെ ഭംഗിയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഈ പറഞ്ഞ നാളെ ഒരു കാലത്തേക്ക് ഇത് വരുമെന്നുള്ള ഹോമിയോപ്പതി. അത് ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹോമിയോപ്പതി ഇൻട്രഡക്ഷൻ ഓർഗനോൾ പറഞ്ഞിട്ടുള്ളതാണ്. For truth is co-eternal with the always benevolent deity. It may long escape the observation of man until the time foreordained by the providence arrives. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. ഈശ്വര സമയമാകുമ്പോ foreordained by the providence arrives എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ പേജ് 25 ഫുട്നോട്ട് പറയുന്നുണ്ട്. ശരിക്കും പ്രോബ്ലം വെച്ചാല് നമ്മുടെ കോളേജുകളിൽ നിന്ന് പഠിപ്പിക്കപ്പായിരിക്കും ഫൈനൽ ഇയറിലാണ് മുമ്പ് ഇൻട്രൊഡക്ഷൻ വെച്ചിരുന്നത്. അത് അവസാനം കൊണ്ട് തട്ടി ഉരുട്ടി ഒരു പോക്കാണ്. ആദ്യം പഠിക്കേണ്ടതാണ് ഫിഫ്ത്ത് എഡിഷന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടേ അങ്ങോട്ട് പോകാവൂ. പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത്, അത് അവസാനം പഠിക്കും. അതുകൊണ്ട് പ്രശ്നമുണ്ട്. എന്തായാലും വളരെ ഭംഗിയായിരുന്നു. മാത്രം ഡോക്ടറെ എന്താ പറയുക അറ്റംപ്റ്റ്സ് വളരെ ഭംഗിയായിട്ടും. അടുത്തിടയ്ക്ക് റേഡിയോയിൽ പ്രഭാഷണം ഡോക്ടറെ കേട്ടു. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ വണ്ടിയിൽ പോയപ്പോൾ പെട്ടെന്ന് കേട്ടതാണ് ഡോക്ടർ നിത്യ പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറയും. ഹോമിയോപ്പതി എന്ന് പേര് പുറത്ത് കേൾക്കുന്നത് നിങ്ങളെ കുറച്ച് പേരാണ്. അതുപോലെ റിജി റഷീദ് കഴിഞ്ഞ ദിവസം റേഡിയോയിൽ പറയുന്നതായിട്ട് കാട്ടാക്കടയുള്ള പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഹീറാൻ തന്നെ ചില ആൾക്കാരുടെ എഫേർട്ട് കൊണ്ടാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ പോകുന്നത്. അപ്പൊ കുറെ പേരും കൂടെ ആ ഒരു ട്രാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. വളരെ സന്തോഷം. നന്ദി. വളരെ നന്ദി. മനോജ് ഡോക്ടർ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
വളരെ എന്താണ് ഓർഗനോണൊക്കെ അരച്ച് കലക്കി കുടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അല്ല പക്ഷേ മാഡം ഓരോ ഇൻസ്റ്റൻസിനും ഉള്ള സാധനങ്ങൾ എന്റെ ദൈവം ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഞാൻ ശരിക്കും വായിച്ചിട്ട് ഓർഗൻ വായിച്ചിട്ട് ശരിക്കും എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ സാമുവൽ ഹനുമാനോട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബിക്കോസ് നമ്മള് ഈ ഡിസ്ചാർജസ് വരുമ്പം ഇപ്പൊ ഒരു കേസിനകത്ത് സ്കിൻ കംപ്ലൈന്റിനകത്ത് വരുന്നു. അപ്പൊ സ്കിൻ കംപ്ലൈന്റിനകത്ത് വരുമ്പോൾ ഒരു പേഷ്യന്റ് വന്ന് പറയാം നമ്മുടെ ഡിസ്ചാർജ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ബേസിക്കലി അത് വെദർ ഓൺ ദ ഹീലിംഗ് ഫേസ് ഓർ വെദർ ഇറ്റ്സ് വേഴ്സണിംഗ് എന്ന് അറിയണമെങ്കിൽ ഓർഗനോൺ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഒരു സ്കിൻ ഇറപ്ഷനകത്ത് ഡിസ്ചാർജ് വരുന്നു എന്ന് അറിഞ്ഞാൽ ഇറ്റ്സ് ഫേസ് ഓഫ് ഹീലിംഗ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. അത് ഓർഗനോൺ വായിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിയമപുസ്തകം അല്ലേ, നമ്മുടെ നിയമപുസ്തകമാണ്. എല്ലാത്തിന്റെയും സംശയങ്ങൾക്കുള്ള ഉത്തരം അതിനകത്തുണ്ട്. അല്ലാതെ ഓക്കെ, അപ്പൊ എച്ച് എ റോഡ്സ് ആണ് പറയുന്നത്, the worst thing a medical graduate can do is to suppress. ഒരുപാട് അതാണ് correct. ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഹോമിയോപ്പതിക്കലി അത് ചെയ്യാൻ പാടില്ലെന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് പരമാവധി തരം കാര്യങ്ങള് ഇപ്പം ഡൈനാമിക് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക. എക്സ്റ്റേണൽ കോസ് ഇഞ്ചറി ഒക്കെ ഉണ്ടാകുന്നതിൽ ഉപയോഗിക്കാം. അതാണ് ചെയ്യേണ്ടത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും ഞങ്ങൾക്ക് നിത്യ ഡോക്ടറുടെ ആത്മകഥ അതൊരു കേസായിട്ട് തീർച്ചയായിട്ടും പ്രസന്റ് അത് പ്രസന്റ് ചെയ്യും. ചെയ്യുമെന്ന് ഞാനത് പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട് മാഡം. എന്റെ ഫസ്റ്റ് മുതൽ എന്റെ കിണർ പോലെ ആയ തോളം മുതൽ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫംഗ്ഷനൊക്കെ വരാൻ ആ സമയത്തോ അങ്ങോട്ടൊക്കെ നിത്യ ഡോക്ടറുടെ സുഖമില്ലാതിരിക്കുകയാണെന്ന് മാഡം മനോജ് സാറും ധനേഷ് സാറും ഒക്കെ ഒത്തിരി, ഞാൻ ഒന്ന് പറ്റിയിരുന്ന ഞാൻ ഉറപ്പായിട്ടും വന്നേ. എനിക്ക് ഒട്ടും പറ്റാതായി പോയി. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സുഖം പ്രാപിച്ചെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. ഞാന് ഇവരെയൊക്കെ പ്രത്യേകം വിളിച്ച് കാര്യം വെച്ചാൽ ഇവരെയൊക്കെ കാണാൻ ഒരു താല്പര്യമുണ്ട്. സ്ഥിരം കാണുന്ന ഒരു പൊട്ടൻഷ്യൽ ആൾക്കാരാണ്. അപ്പം പഴയ തലമുറപ്പെട്ട പലരും ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പണ്ട് ശ്രീരാമൻ വരാൻ അവര് കാത്തിരുന്നു മലമുണ്ടല്ലേ, നിന്നെയും കാത്തിരുന്നും പറഞ്ഞ് പറയാനുണ്ട്. പുതിയ ആൾക്കാർ എല്ലാത്തിനും മുൻപോട്ട് വരട്ടെ അല്ലേ സാറേ? പുതിയ കുട്ടികളെല്ലാം വരണം. ഒരിക്കലും ഹോമിയോപ്പതി ആയതുകൊണ്ട് ആരും വിഷമിക്കുകയേ വേണ്ട. ഹോമിയോപ്പതി ഈസ് എ വണ്ടർഫുൾ ട്രഷർ. പക്ഷെ നമുക്ക് സമയം എടുക്കും കുറച്ചും കൂടെ. നമ്മൾ ഒന്നും കൂടെ ഇപ്പൊ തന്നെ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ വരുന്നവര് പലരും പറയാൻ തുടങ്ങി. എന്റെ എന്റെ ഹോസ്പിറ്റലൊക്കെ എല്ലാ ഡോക്ടേഴ്സിനും അത്രയും തന്നെ തിരക്കുണ്ടാവും. എന്നാലും എന്റെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഉള്ളേറിയ സ്ഥലമാണ്, മാറാതെ റോഡ് സൈഡാണ്. പക്ഷെ എന്നാലും നമുക്ക് ദിവസവും 100, 120, ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും മേടിക്കും നമ്മൾ തള്ളയാണ്, കള്ളം പറയാണ്. അങ്ങനൊന്നും അല്ല. നിറയെ പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ പല പേഷ്യൻസ് വന്ന് ഇപ്പൊ നമ്മളോട് പറയുന്നുണ്ട്, ഡോക്ടറെ ഞങ്ങൾ എങ്ങനെ ധൈര്യമായിട്ട് അലോപ്പതി പോവും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഞങ്ങൾ പോവും, ഇനി ഞങ്ങൾക്കൊക്കെ ഹോമിയോപ്പതി അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പേഷ്യൻസ് വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളെ സൂചിപ്പിക്കാൻ പറയുന്നതായിരിക്കാം. പക്ഷെ വെരി ഹാപ്പി. ഡോക്ടർ പറഞ്ഞില്ലേ ഹോമിയോപ്പതി ശരിക്കും അവിടെയാണ് ഇപ്പൊ പറഞ്ഞില്ലേ. അല്ല സിങ്കോണ കഴിച്ച നല്ല തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. സിങ്കോണയുടെ കയ്പും വിറയലും ഒന്നുമല്ല തരത്തിൽ ഹോമിയോപ്പതി ഹനുമാൻ ഉണ്ടാക്കാനുള്ള കാരണം. ഹനുമാൻ മക്കളുണ്ടപ്പോ അദ്ദേഹം ആലോചിച്ചു, ഈ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്റെ മക്കൾക്ക് എങ്ങനെ കൊടുക്കും എന്നൊരു അച്ഛന്റെ ചിന്താഗതിയിലാണ് അതിൽ ഹോമിയോപ്പതി ഉണ്ട്. അതെല്ലാം ഭക്തയെ പിന്നെ വന്നതാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും അല്ല ഞാൻ ഡോക്ടർ അനിൽകുമാറേ. അതായത് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഷ്യൻസ് വന്ന് പറയുന്നത്, അതായത് മരുന്ന് കഴിച്ച് കേൾക്കാമോ? കേൾക്കാം, ചുരുക്കി പറയണേ. അല്ല, മരുന്ന് കഴിച്ച് മതിയായി. 1 മാസമായിട്ട് ചുമക്ക് മരുന്ന് കഴിക്കുന്നു, കുറവില്ല. അതിനിടയ്ക്ക് കഫ് സിറപ്പ് കഴിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു. അതിനിടയ്ക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നു, IFH പ്രോഗ്രാം കണ്ടു എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വ്യതിചലനം സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാ ഡോക്ടർമാർക്കും കൂടുന്നുണ്ട് പേഷ്യന്റ്. അതാണ് സംഭവം. അതൊരു വലിയ സംഭവമാണ്, നമ്മളെ വർക്കിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഒരു ധ്രുവീകരണം, ഹോമിയോപ്പതിയിലോട്ടൊരു ധ്രുവീകരണം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സമയം കുറവാണ്. ഇപ്പൊ വന്നപ്പോ അവസാനമായപ്പോ 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയസേന ഡോക്ടറെ 1 മിനിറ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. 1 മിനിറ്റേ ഉള്ളൂ. ഡോക്ടറെ 1 മിനിറ്റ് കൊണ്ട് എന്ത് പറയാനാണ്?
തൽക്കാലം നിത്യ ഡോക്ടർക്ക് ഒരു എന്ത് ആശംസ. പറയാനാട്ടോ, ഒരു മിനിറ്റ് കൊണ്ട് കണ്ണടച്ച് തുറക്കാനല്ലേ ഒക്കുള്ളൂ. കുഴപ്പമില്ല ഞാൻ എന്തായാലും കുഴപ്പമില്ല, ജയചന്ദ്രൻ സാർ വിളിച്ചാൽ മതി, ഇതിന്റെ നമ്പർ അതെ ഉണ്ടല്ലോ, വിളിച്ചോ, ഡോക്ടർ കുഴപ്പമില്ല, ഹാൻഡ് നമുക്ക് റൈറ്റിംഗ് സംസാരിക്കാം. ഞാൻ സന്തോഷമായെന്നാണ് പറയുന്നത്. ഒരു പേഷ്യന്റ് അങ്ങോട്ട് വിടാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു. വന്ന് കാണാനോ ഒന്നും പറ്റിയില്ല. ഏത് ഹോസ്പിറ്റലാണ് എന്താണെന്നൊന്നും അറിഞ്ഞില്ല. ഇന്നത്തെ ക്ലാസ്സും തുടക്കത്തിൽ കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഡോക്ടർ ആരോഗ്യസ്ഥിതിയുടെ തുടക്കമൊന്നും ഓക്കെ അറിഞ്ഞില്ല. സാറേ, ഓക്കെ, അതാ ഞാൻ പറഞ്ഞേ, എന്നിരുന്നാലും സ്വന്തം ആരോഗ്യ അവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ. ഇതുപോലെ ക്ലാസ്സുകൾ തുടർന്ന് വരണം. എന്തായാലും ഞാനൊരു പേഷ്യന്റ് അങ്ങോട്ട് വിടുന്നുണ്ട്. ഓക്കെ സാർ, വിട്ടാ മതി. ഇപ്പൊ ഞാൻ ഓക്കെ ആണ്, സെറ്റ് ആണ്. ഓക്കെ 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 ശരി. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ താങ്ക്സ്. താങ്ക് യു സർ. അപ്പോ അടുത്തത് ഡോക്ടർ സുനിൽ. സുനിൽ ഡോക്ടറെ സംസാരിച്ചോളൂ, ചുരുക്കി പറയണേ. ഗുഡ് ഈവനിങ് ഡോക്ടറെ. ഗുഡ് ഈവനിങ് സർ. പിന്നെ ഡോക്ടറുടെ ക്ലാസ് അടിപൊളിയായിരുന്നു. ഡോക്ടറുടെ ക്ലാസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കേട്ടോ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു സർ. പിന്നെ ഡോക്ടർ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ നാട്രമൂറും തൂജയും പൾസാറ്റിലെയും അനാക്കാഡിയും ഒക്കെ മനസ്സിലൂടെ പോയി ഈ പർട്ടിക്കുലർ കേസിൽ. എന്തായാലും അവസാനം തൂജ ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷെ സീക്രട്ടീവ് എന്നുള്ള അത് വിചാരിച്ചിട്ട് അത് തൂജ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ആ തൂജനെ പറ്റി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞത് വളരെ നന്നായി. പിന്നെ ഒരു കാര്യം, എനിക്ക് ഒരു കേസ് ഉണ്ട്. ആ കേസ് കുട്ടി ഭയങ്കര വയലന്റ് ആണ്. വീട്ടിൽ എല്ലാം അടിച്ചു പൊളിക്കും. ഒരു പെൺകുട്ടിയാണ്. പിന്നെ എന്തെങ്കിലും കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിപ്പൊളി, അങ്ങനെ എല്ലാം തട്ടി തെറിപ്പിച്ച് അടിച്ചു പൊളിച്ച് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കുട്ടി പൊളിച്ചു. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ കുട്ടീനെ അമ്മ വീട്ടില് ഡിസ്പെൻസറിയിൽ കൊണ്ടുവന്നു. അപ്പോ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്താണ് ഇത് കാരണം ചോദിച്ചു. അപ്പൊ വീട്ടുകാർ എത്ര ചോദിച്ചിട്ടും കുട്ടി പറയുന്നില്ല, എന്താണ് ഇതിന്റെ റീസൺസ് ഒന്നും പറയുന്നില്ല. പിന്നെ അടുത്ത മൊമെന്റിൽ കുറച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പിന്നെ ഞാൻ എന്താ അങ്ങനെ ചെയ്തേ, അങ്ങനെയൊക്കെ പറയും. അമ്മേനെ അച്ഛനൊക്കെ കടിക്കും. അതുപോലെയൊക്കെയുള്ള വയലൻസ് ഒക്കെ കുട്ടി കാണിക്കും. അപ്പോ ഞാൻ കുട്ടിയോട് ചോദിച്ചു, പിന്നെ കുട്ടീനെ മാത്രം ഇരുത്തിയിട്ട് ചോദിച്ച സമയത്ത് അപ്പൊ കുട്ടി അതിനൊരു റീസൺ പറഞ്ഞത്, ഇത് എപ്പം മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞത് കുട്ടിയുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അത് പെൺകുട്ടിയാണ്. ആ കുട്ടി സ്കൂൾ മാറിപ്പോയി. അതിനുശേഷമാണ് തുടങ്ങിയതാണ് കുട്ടി പറഞ്ഞത്. അപ്പൊ ആ കേസിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? മെഡിസിൻ ഏത് കൊടുക്കാം? അല്ല, അങ്ങനെ നല്ല ഡോക്ടറെ, ഇപ്പൊ നമ്മള് കേസ് ഇപ്പൊ സാറി പറയുന്നത് ഒരു സിനിമയുടെ ക്ലൈമാക്സ് പറയുന്നത്, മനസ്സിലായ? സിനിമയുടെ ക്ലൈമാക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് സുനിൽ ഡോക്ടർ അല്ലാതെ ഒരു മിനിറ്റിന്റെ ഒരു ഇതുകൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തോ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. 1 മിനിറ്റ് അല്ല, ഇപ്പൊ 2 മിനിറ്റ് ആയി അധികമായി. ഡോക്ടർ ഒരു കാര്യം ചെയ്യൂ, നിത്യ ഡോക്ടറുടെ ഒന്ന് പേഴ്സണൽ ഫോൺ വഴി ഒന്ന് കേസൊക്കെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഡോക്ടർ അതിന് മറുപടി പറഞ്ഞു തരുമെന്ന് തോന്നുന്നു. കുറെ ഡോക്ടേഴ്സ് ലേഡീസ് എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് മാഡം. പക്ഷെ പലപ്പോഴും കിട്ടാറുള്ള പ്രശ്നം വെച്ചാൽ ഇത് പറഞ്ഞ ക്ലൈമാക്സേ കിട്ടാറുള്ളൂ. ക്ലൈമാക്സ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ പേഴ്സന്റെ സിനിമയുടെ കണ്ടന്റ് മുതൽ തുടക്കം കിട്ടണം, എവിടുന്ന് ഇത് തുടങ്ങി എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറയുന്ന ഒന്നും റീസൺ ആയിരിക്കത്തില്ല. നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു 1 വേർഡ് വെച്ചിട്ട് ഒരിക്കലും ഡയഗ്നോസിസിലോ ഒരു മെഡിസിനിലോ സിംഗിൾ ഡ്രൈവിലോ പോകാൻ പാടില്ല. ടേക്സ് ടൈം. പതുക്കെ ആ കേസ് വൃത്തിക്ക് എടുത്താലേ അതിനൊരു കാരണം കാണും. ഓക്കെ, അപ്പൊ എന്തായാലും സുനിൽ ഡോക്ടറാണ് അവസാനം വിളിച്ചത്. സുനിൽ ഡോക്ടർ നിത്യ ഡോക്ടർക്ക് ഒരു നന്ദി കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോ പിന്നെ എല്ലാവരും കണ്ടു ഇന്നത്തെ ഡോക്ടർ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇതുപോലെ ഓരോ കേസ് പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് ആ മെഡിസിൻ ശരിക്ക് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അത് സ്റ്റാമ്പ് ആവും. എങ്ങനെ നമ്മൾ ഓരോ കേസ് അനലൈസ് ചെയ്യണം, എങ്ങനെ പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ വളരെ നന്നായിട്ട് ഡോക്ടർ ഹാൻഡിൽ ചെയ്തു. മാത്രമല്ല ഡോക്ടർ എല്ലാ ക്ലാസ്സും എപ്പോഴും അടിപൊളിയാണ്. കാരണം നമ്മളിപ്പോ കേസ് പ്രസന്റ് ചെയ്ത് നമ്മള് ഒരു ക്ലാസ് എന്ന് പറയുമ്പോ കേൾക്കുന്നവന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ. അതെ തീർച്ചയായിട്ടും. അതാണ്. പിന്നെ അപ്പൊ എന്തായാലും വളരെ നന്നായി ഡോക്ടർ. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുമായിട്ട് പിന്നെയും വരാം. ഓക്കെ, സുനിൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ അപ്പൊ നിത്യ ഡോക്ടറുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞത് എനിക്കും വളരെ സന്തോഷം. ഡോക്ടർക്ക് പ്രത്യേക എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും നമ്മുടെ 1867 ദിവസത്തെ വെബിനാറോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.